പ്രശ്നത്തിൽ ആ പാർട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആശാപ്രവർത്തകരുടെ സമരസമിതി നേതാവ് മിനിയെ അധിക്ഷേപിച്ച് CITU നേതാവ്. മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടം സമരത്തിൻ്റെ ചെലവിൽ കുറേ ദിവസമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞുകൂടുകയാണ്. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളുടെ മുന്നിൽ പാട്ടകുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിൽ. അതിൻ്റെ നേതാവാണ് മിനി എന്നും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും SUCIയുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് പരിശോധിക്കുന്നത്. അടിച്ചൊതുക്കാനോ അധിക്ഷേപം? ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, BJP വക്താവ് അഡ്വക്കേറ്റ് B രാധാകൃഷ്ണ മേനോൻ, ആശാ വർക്കേഴ്സ് ജില്ലാ സമിതി അംഗം ശ്രീമതി SB രാജി, CITU പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് S ഹരിദാസ് എന്നിവ ഈ സംവാദത്തിൽ അതിഥികളാവുന്നു. എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീമതി രാജിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീമതി രാജി, നേരത്തെ ഈ സമരത്തെ അവഹേളിക്കുന്ന സമീപനമാണ് CITU അതുപോലെ CPM സ്വീകരിച്ചത്. ഇപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ നേതാവ് മിനിയെ സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ്. ശ്രീമതി രാജി, അത് അധിക്ഷേപം നമ്മുടെ ഈ സ്ത്രീ സമൂഹത്തെ മൊത്തത്തിലുള്ള ഒരു അധിക്ഷേപമാണ് അവർ നടത്തിയിരിക്കുന്നത്. ഈ കേരളത്തിലെ 26,000 ആശമാർ ആണ് ഇത് ബാധിച്ചിരിക്കുന്നത്. മിനി എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ഇത് ബാധിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കേരളത്തിലുള്ള മുഴുവൻ ആശമാരെയും സ്ത്രീ സമൂഹത്തെയാണ് ഈ അധിക്ഷേപം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ പാട്ടപ്പിരിവ് മറ്റു കാര്യങ്ങളെല്ലാം ആരാണ് കൊണ്ടുവന്നതെന്നും ഈ സമൂഹത്തിന് ഞാനൊക്കെ കൊച്ചിലെ നാളിലെ കണ്ടു വളർന്നതാണ്. പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ നടത്തുന്ന വ്യക്തികൾ ആരാണെന്ന് അത് കണ്ട് വളർന്നവരാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ അവർക്കതൊരു പുച്ഛമായി തോന്നേണ്ട ആവശ്യകതയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് പല വലിയ വലിയ സമ്പന്നരിൽ നിന്നും പൈസകൾ കിട്ടുന്നുണ്ട്. ലക്ഷങ്ങളും കോടികളാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പാട്ടപ്പിരിവ് ഇപ്പം നടക്കുന്നെന്ന് പറയുമ്പോൾ അവർക്കതിപ്പോൾ നാണക്കേടായിട്ട് തോന്നുന്നുണ്ട്. അതായിരിക്കും അവരിങ്ങനെ പ്രതികരിക്കാനുള്ള മെയിൻ കാരണം. ശ്രീമതി രാജി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സമരത്തിന് പിന്നിൽ മതതീവ്രവാദ ശക്തികളാണെന്നാണ്. പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, അതുപോലെ SDPI ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അധിക്ഷേപം ചൊരിയുന്നത് എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളുടെ സമരത്തെ ദുർബലപ്പെടുത്താൻ തന്നെയാണോ? തീർച്ചയായും ആണ്. കാരണം ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല നമ്മളെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അവിടെ വന്നിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ സംഘടന എന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനകൾ നമ്മുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴാണ് അവർക്ക് ഹാലിളകിയാണ് അവർ ഈ വായിൽ വരുന്ന ഓരോ വാക്കുകളും വിളിച്ചു പറയുന്നത്. സമരം ശക്തിപ്പെടുന്നതിൻ്റെ തെളിവുകളായിട്ടാണ് ഓരോ സംഘടനകളും. നമ്മൾ രാപ്പകൽ സമരം നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളും അവിടെ പങ്കാളികളാണ്, അറിയാൻ പറ്റും ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ രീതിയിലുള്ള ജനങ്ങളാണ്, ജനസമൂഹമാണ് നമ്മളെ കൂടെ ഉള്ളത്. കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വരെ അവരുടെ തുച്ഛമായ വേതനത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംഭാവന തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനസമൂഹം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിലയിലോട്ട് വെക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവരുടെ പങ്കാളിത്തം കൂടിയില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മൾ ഈ സമരം ചെയ്ത് ആദ്യമൊന്നും ഒരു സംഘടനയും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ വന്നിട്ടില്ലായിരുന്നു. സംഘടന ശക്തിപ്പെട്ട് നമ്മുടെ പങ്കാളിത്തം
കൂടുതലായി ഇത് ആവശ്യമാണെന്ന് തെളിഞ്ഞ സമയത്താണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം ഇത് ന്യായമായിട്ടുള്ള സമരമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളെ കൂടെ പിന്താങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. അത് മനസ്സിലാവാത്തത് CITUവിനും CPMനും പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനുമാണ് അല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. യെസ്, ശ്രീ പണ്ഡ്യാല ഷാജി, സ്ത്രീ ശാക്തീകരണത്തിനായി നിലകൊള്ളുന്ന പാർട്ടി എന്നാണല്ലോ അവകാശവാദം. നവോത്ഥാനം നടപ്പിലാക്കാൻ മതിൽ കെട്ടിയ പാർട്ടിയാണല്ലോ. ആ പാർട്ടിയുടെ ട്രേഡ് യൂണിയനാണ് ഇന്ന് SUCI നേതാവും ആശാവർക്കർമാരുടെ മുന്നണി പോരാളിയുമായ മിനിയെ കടുത്ത ഭാഷയിൽ അവഹേളിച്ചിരിക്കുന്നത്. വെടക്കാക്കി തനിക്കാക്കുക എന്ന സമീപനം ഭീഷണിപ്പെടുത്തി നോക്കി, പരമാവധി സമ്മർദ്ദം ചെലുത്തി, ഇനി അപമാനിച്ചും അവഹേളിച്ചും സമരത്തെ നിർവീര്യമാക്കാനാണോ ശ്രമം, അവരുടെ ശ്രമം? കാരണം ഈ പറച്ചിലിൽ മാത്രമാണല്ലോ ഇവർ സ്ത്രീ സൗഹൃദം പുലർത്തുന്നത്, അങ്ങനെ നടിക്കുന്നത് അല്ലേ? ഇതിന് ഒരു വളരെ സങ്കടകരമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അഭിപ്രായ പ്രകടനം നടത്തിയ CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹർഷകുമാർ, എന്തോ അറ്റാന്ന് അയാളുടെ പേരെന്തോണ്ട്, അത്തരം ഒരു ആക്ഷേപം നടത്തിയിരിക്കുന്ന അയാളുടെ ഒരു മാനസികാവസ്ഥയെ ഞാൻ അളക്കുകയൊന്നും ചെയ്യില്ല. കാരണം അദ്ദേഹത്തെ നയിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണത്തിന് പ്രസക്തിയില്ല. പക്ഷേ ഇതിൽ വളരെ സീരിയസ് ആയി ഉന്നയിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 25 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ധാരയിൽ നിന്ന് ഇതുപോലെ സമരം നടത്തിയിരിക്കുന്ന ഒരു വനിതാ സഖാവിന്റെ പേര് പറയാമോ? ഞാൻ വളരെ പോയിന്റ് ബ്ലാങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു കേഡറെ, ഒരു കൊമ്രേഡിനെ, ഒരു സമരനായികയെ, അല്ലെങ്കിൽ ഒരു സമരത്തിന് ലീഡർഷിപ്പ് കൊടുക്കാൻ മാത്രം ക്വാളിറ്റിയുള്ള ഒരു വനിതാ സഖാവിനെ ഏത് പാർട്ടിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഇവിടെ നിന്നുകൊണ്ട് വേണം എന്തുകൊണ്ട് ഇത് പാട്ടകുലുക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ ഈർക്കിൽ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവനൊന്നും ചരിത്രബോധം എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ തലയിലൂടെ പോയിട്ടില്ല. ഈ പറയുന്ന ഇവരെ പോലത്തെ യൂസ്ലെസ് ചെയ്ത് വെച്ചേക്കുന്ന ഏറ്റവും വലിയ കെടുതി എന്താണെന്നറിയോ? ഈ CITUവിനും അല്ലെങ്കിൽ CPIMനും മാത്രമാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗ മേഖലയിൽ സമരം ചെയ്യാനുള്ള മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തകാധികാരം ഉണ്ടെന്ന് ആരാണ് ഇവരോട് പറഞ്ഞു വന്നിട്ടുള്ളത്? ഇവരെ പോലത്തെ ചെയ്തു വന്നിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ദുരന്തം എന്താണെന്ന് അറിയില്ലെങ്കിൽ ആരെങ്കിലും ഇവരോട് പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? ഈ ഇന്ത്യക്കകത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് നടന്ന സ്ഥലം എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലെ ബോംബെയാണ്. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ ബോംബെ പട്ടണത്തിനകത്ത് ഇടതുപക്ഷ ട്രേഡ് യൂണിയത്തിന്റെ പേരിൽ CITUവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിയിരിക്കുന്ന അങ്ങേയറ്റം ധിക്കാരപരമായ സംഭവത്തിന്റെ ഭാഗമായാണ് അതിനകത്ത് ആളുകൾ കൊഴിഞ്ഞു പോവുകയും ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതാവായിട്ട് ആര് വന്നു? ദത്താ സാമന്ത് വരുന്നത്. ഇവൻ ചില കണ്ണ് തുറക്കാറായിട്ടില്ലേ? സത്യത്തിൽ എന്താ പറയുക? CITU എന്ന് പറയുന്ന ഒരു സംഘടന പിന്നെ ഈ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ മലർന്നടിച്ച് വീണപ്പോ CITUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അയക്കുന്ന BT രണദിവേ, ആ രണദിവേക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ മഹാരാഷ്ട്ര മാറുകയാണ് ചെയ്തത്. ഈ ബോംബെ മാറി. ഇതുപോലെ കേരളത്തിനകത്ത് ഏറ്റവും ചെറുതെന്ന് പറയുന്ന ഒരു സംഘടന നടത്തുന്ന സമരം, ഈ ഭൂമിയിൽ ഏറ്റവും ചെറുതായിരിക്കുന്ന മനുഷ്യന്മാർ, ഏറ്റവും ദുർബലരായിരിക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ നടത്തിയിരിക്കുന്ന സമരമാണ് പിന്നീട് അത് കത്തിപ്പടർന്നിരിക്കുന്ന ബഹുജന പ്രക്ഷോഭങ്ങളായി മാറിയിട്ടുള്ളത്. അങ്ങനെ ബഹുജന പ്രക്ഷോഭങ്ങളായി മാറിയിട്ടുണ്ട് എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഇന്ന് ഈ സമരം നടക്കുന്ന സമയത്തിനകത്ത് അത് മഹാസംഗമമായിട്ട് മാറുന്നത്. ഇത് കാണാനുള്ള കണ്ണവനില്ല എന്ന് പറയാൻ അർത്ഥം എന്താ പറയുക? അതുകൊണ്ടാണ് മ്ലേച്ഛമായ ഭാഷ ഇവർ ഉപയോഗിച്ചത്. ഞാൻ ഇവൻ തന്നെയായി ഇവരെ വിളിക്കുക. ഈ ഭാഷ ഇവൻ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് കേരളത്തിലെ കാട്ടാസ മുഖ്യമന്ത്രി ഇരുന്നത് സ്വീകരിച്ചിരിക്കുന്ന ഭാഷയല്ലേ അത്? അല്ലേ? അല്ലാതെ എവിടെ നിന്നാണ് ഇത്രയും ധിക്കാരപരമായിരിക്കുന്ന ഒരു ഭാഷ തൊട്ട്? ആരാണ് ഇവരുന്ന് കൊടുക്കാനുള്ള അധികാരം കൊടുത്തത്? ഇവര് എന്ത് തെമ്മാടിത്തം പിടിച്ചു പറയാമെന്നാണോ? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വലിയ വളരെ ഗൗരവതരമായിരിക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്നറിയോ? ഈ ആശാവർക്കർമാർ സമരം നടത്തി എന്തിനു വേണ്ടിയാണ്? തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയത്തിന്റെ വർധനവാണ്. അല്ലേ? കൂലിക്കല്ല. ഒരു തൊഴിലാളി സമരം നടത്തി എന്തിനാണ്? കൂലിയടിമ പോലുമല്ല വാസ്തവത്തിൽ ഈ ആശാവർക്കർമാർ. കൂലിയടിമ പോലുമല്ല. ഈ കൂലിയടിമ പോലുമല്ലാത്തവത്തെ ഇന്ന് കൂലിയടിമയായി വളരെ നല്ല തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ സമരബോധമാണ് ഈ പറയുന്ന ഇവൻ ആക്ഷേപിച്ചിരിക്കുന്ന സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് സമരത്തിലേക്ക് വന്നത്. അത് അറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? വർഗ രാഷ്ട്രീയം എന്താണെന്ന് അറിയണം, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് അറിയണം. ഇതൊരു മണ്ണാങ്കട്ടി അറിയാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇവിടെയും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ,
മുഖ്യമന്ത്രി പാർട്ടി ചുമതല ഏറ്റെടുത്തതിന് ശേഷം, സെക്രട്ടറി ആയതിനു ശേഷം, ഇപ്പൊ ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷവും വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സമരനായിക വളർന്നു വന്നിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഏത് സമരമാണ് ഇയാളുടെ ലീഡർഷിപ്പിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത്? ഒരു സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? ഒറ്റ സമരത്തിന്റെ പേര് പറയാമോ? ഈ പിണറായിയിലെ ITI എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ഇപ്പോഴത്തെ പിക്കോസ് എന്ന് വിളിക്കുന്നത്, നാട്ടുകാരെ വിളിക്കുന്ന പൈക്കോസ് എന്നാണ്. ഈ പിക്കോസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു ITI ഉണ്ട്. ആ ITIക്കൊക്കെ സമരം നടത്തുമ്പോൾ ആ സമരത്തിന് SFIയുടെ ഭാഗമായിരുന്ന സമരത്തിന് ലീഡർഷിപ്പ് കൊടുത്തതിനകത്ത് പെട്ടിരിക്കുന്ന ഒരാൾ പിണറായിയിലെ മരിച്ചു പോയിരിക്കുന്ന കുഞ്ഞമ്പു എന്ന് പറയുന്ന ഫിറ്റർ അബുവാട്ടന്റെ മകൻ സുരേന്ദ്രനാണ്. ആ സുരേന്ദ്രൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അന്നത്തെ പാർട്ടിയുടെ നേതാവിന്റെ, അയാളാണ് അന്നതിന്റെ പ്രസിഡന്റ്, ആ സ്ഥാപനത്തിന് മുമ്പിൽ പോയി കുത്തിയിരിപ്പ് സമരം നടത്തിയപ്പോ ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ചവിട്ടിയിട്ടകത്തേക്ക് കിടന്നതാണ്. ആ ചവിട്ടിയിട്ടകത്തേക്ക് കിടന്നിരിക്കുന്ന സംഭവത്തെ സുരേന്ദ്രൻ പ്രതിഷേധിച്ചു. അതിന്റെ ഫലം എന്താണെന്നറിയോ? ഇയാൾ പറഞ്ഞിരിക്കുന്ന കമന്റ്, എന്റെ ഓഫീസിന് മുന്നിൽ ഇരുന്നാൽ ഇതിലപ്പുറവും പ്രതീക്ഷിക്കാം. എന്നിട്ട് മാത്രമോ അതിനുശേഷം എന്ത് വെച്ചാൽ സുരേന്ദ്രനെ അടിക്കുകയും ചെയ്തു. അന്ന് അതിനകത്ത് പ്രതിഷേധ പ്രകടനം നടത്തുന്നതിന് ലീഡർഷിപ്പ് കൊടുത്ത ഒരാളാണ് ഞാൻ. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്നോ, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വർഗബോധം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് അതും ഒന്നുമെല്ലാം അന്യമാക്കി തന്നിഷ്ടം മാത്രം നടപ്പാക്കണം എന്ന് പറയാവുന്ന ധിക്കാരം, അത് ഫ്യൂഡലാണ്. ഈ ഫ്യൂഡലായ സംഭവത്തിന്റെ ആവർത്തനമായിട്ടാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ CA2 നേതാവും ഈ ഇടതുപക്ഷത്തിന്റെ പേര് അത് പലരും സഹായിക്കുന്നത് വേറെ വിഷയം. അതിൽ CPM എന്നൊരു പാർട്ടിയെ വിളിക്കുക. അതുകൊണ്ടാണ് ഗോവിന്ദനും ഈ മാതിരി വിവരക്കേട് വിളിച്ചു പറഞ്ഞത്. ഇവിടെ വരുന്ന വിഷയം എന്താണ്? ഈ പറയുന്ന കൂലിയടിവുകളാക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ അർത്ഥത്തിലേക്ക് പോലും ഉയരാൻ കഴിയാതിരിക്കുന്ന ആശാവർക്കർമാരുടെ സമരം വാസ്തവത്തിൽ എവിടെയാണ് ഇവരുടെ കണ്ണിൽ അന്യായമാവുന്നത്? ഇതാണ് ഇവർ പബ്ലിക്കോട് വിളിച്ചു പറയേണ്ടത്, ലോകത്തോട് ഇവർ വിളിച്ചു പറയേണ്ടത്. അങ്ങനെ വിളിച്ചു പറയുമ്പോഴാണ് ഈ സമരത്തിന് ബഹുജനബന്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ആ അർത്ഥം എന്താണ്? ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ബഹുജനങ്ങളുടെ സമരമായിട്ട് അത് വളരുകയും വികസിക്കുകയും ചെയ്യാണ്. ഈ ബഹുജനങ്ങളുടെ സമരമായി വളരുകയും വികസിക്കുകയും ചെയ്യുന്ന സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ത്? ഈ പറയുന്ന വിഷയത്തിലാണ് ഇവർ വാസ്തവത്തിൽ ആരോട് മറുപടി പറയേണ്ടത്? പൊതുജനങ്ങളോട് മറുപടി. ഇനി ഞാൻ ഒരു മൂന്നാമത്തെ ഉദാഹരണങ്ങൾ എടുക്കാം. ഇയാൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലായിരിക്കല്ലോ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്തത് വടകര. ഈ ജിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്തപ്പോൾ ആ സംഭവത്തിന്റെ മുകളിൽ അന്വേഷണമെന്ന് ആവശ്യപ്പെട്ട് ജിഷ്ണു പ്രണോയുടെ അമ്മ സമരം ചെയ്യാൻ വന്നു. ആ അമ്മയെ സമരത്തിന് വന്നിരിക്കുന്നതിന് പേര് അതിന്റെ മുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കക്ഷിയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഓർമ്മയുണ്ടോ എന്നൊക്കെ അറിയില്ല, എന്തായാലും ഓർമ്മയുണ്ടാവും. ആ വിഷയം അവര് സമരത്തിലേക്ക് കടക്കുമെന്ന് വന്നപ്പോ ആ വിഷയം ഒന്ന് സെറ്റിൽ ചെയ്താരാ? മരിച്ചു പോയിരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ്, അല്ലേ? ഇനി ഒരു മൂന്നാമത്തെ വലിയൊരു ഉദാഹരണം ഞാൻ എടുക്കാം. പിണറായി, അതും അദ്ദേഹത്തിന് കൃത്യമായും അനിൽ നമ്പ്യാർക്ക് ഓർമ്മയുള്ള സംഭവമായിരിക്കും. പിണറായി ഉണ്ടാക്കുന്ന പിണറായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിണറായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതായത് പിണറായി ട്യൂട്ടോറിയൽ കോളേജ്. ആ കോളേജ് അതിന്റെ തുടങ്ങിയ സംഭവമാണ് വനിതാ കോളേജ് പിന്നീട് തുടങ്ങേണ്ടി വന്നത്. ഇത് തുടങ്ങാനുണ്ടായ കാരണം എന്താണ്? തലശ്ശേരിയിലെ വിവേകാനന്ദ ട്യൂട്ടോറിയൽ കോളേജ് ഇവർ ഏറ്റെടുക്കുകയും അതിനകത്ത് തൊഴിലാളികളെ മുഴുവൻ തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. ഈ തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തപ്പോൾ അതിന്റെ പേരിലാണ് തലശ്ശേരിയിൽ ആദ്യമായി പാർട്ടിക്കെതിരെ വെല്ലുവിളിച്ച് ആദ്യത്തെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ച ആളാണ് ഞാൻ. തൊഴിലാളികളെ പിരിച്ചുവിടാൻ അന്ന് ആരെ പക്ഷത്താണ് ഇയാൾ നിന്നത്? ഇയാൾ അപ്പോഴും നിന്നത് ഈ തൊഴിലാളി വിരുദ്ധ പക്ഷത്താണ് നിന്നത്. അന്ന് തലശ്ശേരിയിലൂടെ ഞാൻ വിളിച്ചു പോയിരിക്കുന്ന മുദ്രാവാക്യമുണ്ട്. പിണറായിക്ക് ഇത് ഭൂഷണമെങ്കിൽ തലശ്ശേരിക്ക് ഇതൊരു അപമാനം. പിണറായി എന്താ തലശ്ശേരിയാ? ഞാൻ വിളിച്ച മുദ്രാവാക്യാണത്. പാർട്ടിക്കകത്ത് വമ്പിച്ച തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മുദ്രാവാക്യമാണ്. അതായത് കൂലിയടിമ കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ അവരെ മുഴുവൻ തന്നെ ഒഴിവാക്കി കളയണമെന്ന് പറയാവുന്ന ഭാഷ്യം നടത്തുന്ന ഒരാൾ. അയാൾ എങ്ങനെയാണ് സാർ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആളാണെന്ന് പറയുന്നത്? എങ്ങനെയാണ് പറയുന്നത്? പിന്നെ ഇയാളെ പേരുന്ന ഹർഷൻ, ഈ CIT വൈസ് പ്രസിഡന്റ് വാസൽ എന്താണെന്നറിയോ? ഈ കേരളത്തിലെമ്പാട് നിൽക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഇയാൾക്ക്? അതുകൊണ്ടാണ് പാട്ട കുടുക്കി. ഇവൻ അറിയാമോ? മുസഫർ അഹമ്മദ് പാട്ട കുടുക്കിയിട്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. അറിയാമോ ഈ യൂസഫിന്? അറിയാമോ ഇയാൾക്ക്? എന്ത് തെമ്മാഴ്ച പിടിച്ചു പറയാമെന്നാണോ ഈ വിളിച്ചു പറയുന്നത്? ഗതികേട് എന്താ അറിയോ? നാളെ ഇതൊരു വളർന്നു വരുന്നൊരു കുട്ടി മനസ്സിലാക്കി എന്താണ് ഈ മാതിരി അസംബന്ധങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇടതുപക്ഷ ചരിത്രം എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഞാൻ അതുകൊണ്ട് അത്ര വൈകാരികമായിട്ട് ഞാൻ പറയുന്നത്. ഇതിനകത്തെല്ലാം തന്നെ വളരെ കൃത്യമായിരിക്കുന്ന തീക്ഷ്ണമായിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്.
ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടെ ഇപ്പോൾ വരുന്ന സമരം ഇതൊരു ആശാവർക്കർമാർ എന്ന് പറയുന്നത് ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് അവർക്ക് മാന്യമായിട്ട് 233 രൂപയാണ് കൂലി. ഈ CITUവിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾക്ക് ഇയാൾ വിവിധ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഇയാൾ വാങ്ങിയിരിക്കുന്ന പത്ത് എത്രയായിരിക്കും ഒന്നെടുത്ത് നോക്കിയാൽ. ഇതിനെ ആക്ഷേപിച്ചിരിക്കുന്ന ഇളവര കരീം എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ടല്ലോ ഇയാളുടെ വീടിന്റെ ചിത്രം എടുക്കുക. ഇയാൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ നേതാവ് തന്നെ പറഞ്ഞ് ഇയാളുടെ വീടിന്റെ ചിത്രമെടുത്ത് പബ്ലിക്കിന് മുമ്പിൽ പിന്നെ അവതരിപ്പിക്കാൻ ധൈര്യമുണ്ട് ഇവർക്ക് ഉണ്ടോ? അന്നേരം ചോർന്നൊലിക്കുന്ന വീടിനകത്ത് രോഗിയായിരിക്കുന്ന അച്ഛൻ, അമ്മ, കുടുംബം പോറ്റാൻ കഴിയാതെ ഇരിക്കുന്ന പിന്നെ ആശാവർക്കർമാരായിരിക്കുന്ന ആളുകൾ, അവരുടെ ദരിദ്രവും നിരാലംബവുമായിരിക്കുന്ന പുകയാത്ത അടുപ്പുകളുള്ള വീട് ഇവര് കാണുമ്പോ പുച്ഛമായിരിക്കും. ഈ പുച്ഛമുണ്ടാവുമ്പോ അതിനെ എന്താ പറയാ, അതിന്റെ മേലെ ഓടിക്കോട് നടന്നിരിക്കുന്ന സമ്മേളനത്തിനകത്ത് ആശാവർക്കർമാരുടെ ആണെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന പുതിയ തട്ടിപ്പ് സമരം ഉണ്ടല്ലോ. ആ സമരത്തിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു വനിതാ സഖാവ് പ്രസംഗിക്കുകയാണിത്, നിങ്ങൾ ജോലിക്ക് നാളെ കയറിയില്ല എങ്കിൽ പ്രശ്നമാവുമെന്ന്. അതുകൊണ്ട് UDF ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാനൊരു നിർദ്ദേശം വെക്കുകയാണ്. എന്താണെന്നറിയോ? സംസ്ഥാന സർക്കാർ ഇവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലോ, UDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലോ, UDF ഭരിക്കുന്ന മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കകത്ത് ഇവന്റെ സർക്കുലർ ബാധകമാക്കില്ലെന്ന് അവർ പ്രമേയം പാസ്സാക്കണം. അങ്ങനെ പ്രമേയം പാസ്സാക്കിയാൽ മാത്രമാണ് ഇവരുടെ തീരുമാനത്തിന് വഴങ്ങാത്തവർ സമരമുഖത്തിന്റെ പോർമുഖം വേറെ രീതിയിൽ തുറക്കുക എന്ന് പറയാവുന്ന ഒരു വലിയ രാഷ്ട്രീയ ബോധം അവിടെ രൂപപ്പെട്ടു വരിക. ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു ചിത്രത്തെ പിന്നെ ഇതോടനുബന്ധിച്ച് വളർന്നു വരുമെന്നുള്ളതാണ് ഞാനിപ്പോ പ്രാഥമികമായ റൗണ്ടിൽ പിന്നെ മിസ്റ്റർ നമ്പ്യാർക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ രാധാകൃഷ്ണ മേനോൻ, എന്തായാലും ഈ സമരം അത് അനുദിനം ശക്തിപ്പെട്ട് വരികയാണ്. അതിന് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട്. ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച അവരുടെ ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയായിരിക്കില്ലേ ഒരുപക്ഷെ ഈ രീതിയിൽ വ്യക്തിപരമായ അധിക്ഷേപവുമായി CITU പോലുള്ളൊരു സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്? CITUവിന് ഈ തരത്തിലൊരു തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സമരത്തെ നോക്കിയിട്ട് എങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവർ പാട്ടപ്പിരിവുകാരാണ് എന്ന് പറയുമ്പോൾ അവരെ പോലെ പാട്ടപ്പിരിവ് നടത്തിയ, അതല്ലെങ്കിൽ പാട്ടപ്പിരിവിന് ശേഷം ബക്കറ്റ് പിരിവ് നടത്തിയ അതേ ആളുകൾ, ആ ആളുകൾ ഇപ്പോ ഇവരെ പാട്ടപ്പിരിവുകാരെന്ന് ആക്ഷേപിക്കുമ്പോ, രോഗം വരുത്തുന്നവരെന്ന് ആക്ഷേപിക്കുമ്പോ അവരുടെ മാനസികാവസ്ഥ കമ്മ്യൂണിസമാണോ പിണറായിസമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അവര് കമ്മ്യൂണിസം ഇന്നിപ്പോ അവരുടെ രക്തത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ടാവാം. കാരണം ഇവര് ഈ ആക്ഷേപിക്കുന്ന ആ മിനിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാനിപ്പോ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് സമാനമായി ആ കാലത്ത് ഒരു വിദ്യാർത്ഥിനി, ഒരു മിനിയുണ്ട് SUC. അവര് അടക്കം ധാരാളം ആളുകൾ ഈ തെരുവിൽ പാട്ടപ്പിരിവ് നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ ഫാദർ ഒരു അധ്യാപകനായി. ഒരു ആശയത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ആ തരം ഒരു സമീപനത്തിലേക്ക് ഈ ചങ്ങനാശ്ശേരിയിലെ തെരുവിൽ അങ്ങനെ ആ കുട്ടി ഇറങ്ങി അവരോടൊപ്പം ധാരാളം മറ്റു ചെറുപ്പക്കാർ അവരെല്ലാം ഒരുമിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്, അപ്പൊ പല ആളുകളും ഇതിനെ ആക്ഷേപിച്ച് പറയുമ്പോൾ ഞാൻ ഈ ആക്ഷേപം പറയുന്നവരോട് പറയാറുണ്ട്, നമ്മുടെയൊക്കെ രക്തത്തിൽ RSSും BJPയും കയറിയതുപോലെ അവരുടെ രക്തത്തിൽ അന്ധമായ കമ്മ്യൂണിസം കയറിയത് കൊണ്ട് അവരിങ്ങനെ നിൽക്കുന്നു. അതിപ്പോ നടക്കാത്ത സ്വപ്നമാണ് എന്ന് ഏതെങ്കിലും കാലത്ത് ബോധ്യം വരുമ്പോൾ അവർക്ക് മാറ്റം വരുമായിരിക്കും. അതിനപ്പുറത്ത് അവരെ നമ്മൾ ആക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ തമാശയോടുകൂടി അവരോട് പറയാറുണ്ട്. അപ്പൊ ഏതായാലും ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം, ആ ആശയം നടപ്പാക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇവരെല്ലാം എന്നാണ് ഇവരൊക്കെ അവകാശപ്പെടുന്നത്. പിണറായിയിലെ പാറപ്പുറത്ത് തുടങ്ങിയ കമ്മ്യൂണിസം, CPM കമ്മ്യൂണിസം, അതാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നാണ് അവര് പറയും. CPI കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് അവര് പറയും. എന്തിന്? ഇവരിൽ നിന്ന് ഇടക്കാലത്ത് തുടങ്ങിയ രാഘവൻ, MV രാഘവൻ അക്കാലത്ത് പറഞ്ഞു രാഘവന്റെ കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. ഇപ്പൊ അതേ രാഘവന്റെ മകൻ നികേഷ് കുമാർ രാഘവനെ തള്ളി
വേറൊരു പഴയ കമ്മ്യൂണിസത്തിൽ കൂടി അതാ കമ്മ്യൂണിസം എന്ന് പറയും. അതേ കാലഘട്ടത്തിൽ തന്നെ ഗൗരിയമ്മയുടെ കമ്മ്യൂണിസം, ആ കമ്മ്യൂണിസം പറയുന്നു അവരാ കമ്മ്യൂണിസം, ജനാധിപത്യ കമ്മ്യൂണിസം. ഫിലിപ്പം പ്രസാദ് ഒരു കാലത്ത് ML കമ്മ്യൂണിസത്തിന്റെ വക്താവായിരുന്നു. അദ്ദേഹം പറഞ്ഞു ML കമ്മ്യൂണിസമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. പിന്നീട് അദ്ദേഹം ആധ്യാത്മികതയുടെ ആളായപ്പോൾ അദ്ദേഹം പറയുന്നു ആധ്യാത്മികതയാണ് കമ്മ്യൂണിസം. അതിനുശേഷം അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അജിത, അതിവിപ്ലവ കമ്മ്യൂണിസം, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച അജിത, അതേ അജിത പിന്നീട് സ്ത്രീ വിമോചന കമ്മ്യൂണിസമാകും. അങ്ങനെ ഇവിടെ കമ്മ്യൂണിസം നടപ്പാക്കാൻ ആന്ധ്ര ഒരു കാലത്ത് തെലങ്കാന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ നാടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെ കമ്മ്യൂണിസം ഇപ്പൊ ഇല്ല. റഷ്യയിലും ചൈനയിലും കമ്മ്യൂണിസം ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിലിപ്പോ ചൈന ഇപ്പോഴും കമ്മ്യൂണിസം എന്ന് പറയുന്നു. അവരുടെ കമ്മ്യൂണിസം ഏത് കമ്മ്യൂണിസമാണ്, എന്താണ് ആ കമ്മ്യൂണിസത്തിന്റെ സ്വഭാവം എന്ന് ഇപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടി. റഷ്യയിലെ കമ്മ്യൂണിസം എന്ന കമ്മ്യൂണിസം അല്ല, വേറെ എന്തോ ആണ് എന്ന് അവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയും. അപ്പൊ എവിടെയും ലോകത്തെവിടെയും ഇല്ലാത്ത കമ്മ്യൂണിസം. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസത്തിന് വേണ്ടി ആ ആശയം തലയിൽ കയറിയതിന്റെ പേരിൽ ഞങ്ങളുടെ ആദർശം നടപ്പാക്കാൻ കഴിയുന്നത് ഇതിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹം, അവർക്കത് വിശ്വസിക്കാൻ അവകാശമുണ്ട്. ഇവരെല്ലാം പിടിക്കുന്നത് ചുവപ്പ് കൊടിയാണ്. CITU പിടിക്കുന്നതും SUCI പിടിക്കുന്നതും ഒക്കെ ഒരേ കൊടിയാണ്, ഒരേ കളറാണ്. നമ്മളെല്ലാം നോക്കുമ്പോൾ കാണുന്നത് അതാണ്. അപ്പൊ നമ്മുടെ എല്ലാം ധാരണ ഇവരെല്ലാം ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഞാനടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാർ ധരിച്ചിട്ടുള്ളത്. കാരണം തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവം വിഭാവനം ചെയ്യുന്നു, തൊഴിലാളി വർഗത്തിന്റെ ഗവൺമെന്റ് യാഥാർത്ഥ്യമാകുമെന്ന് ഇവരൊക്കെ സ്വപ്നം കാണുന്നു. ആ തൊഴിലാളി വർഗ ഗവൺമെന്റിന് വേണ്ടി, തൊഴിലാളി വർഗ ആധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ആയിരിക്കാമല്ലോ ഇവരുടെ സഖാക്കളെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ പറഞ്ഞ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ച SUCI കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ ആശയത്തിന്റെ പേരിൽ സാധാരണക്കാരായ പട്ടിണിക്കാരായ പാവങ്ങളായ ആശമാരെ സംഘടിപ്പിക്കാനുള്ള അവകാശമില്ലേ? ഇനി അവരല്ല അവരോടൊപ്പം ആരൊക്കെയോ ചേർന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ എന്താ തെറ്റ്? ആശമാർ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ അവരാഗ്രഹിക്കുന്നു, അവർക്ക് അവകാശങ്ങൾ ലഭിക്കണം, അവർക്കത് ആഗ്രഹിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരിൽ എന്ന് അവകാശപ്പെടുന്നവരല്ല. നേരത്തെ രാജി പറഞ്ഞല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്നവർ ഈ സമരത്തോടൊപ്പം ഉണ്ട്, CIT-ക്കാരും ഉണ്ട്. അതെ, എല്ലാവരും. ഞാൻ പറഞ്ഞത് അതെ, ആ ഒരു വിപ്ലവം വിഭാവനം ചെയ്ത് കഴിഞ്ഞിരുന്നവർ ഇന്നിപ്പോ ഈ ഒരു സമീപനം, അതായത് ഈ SUCI എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തുന്നു എന്നുള്ളത് കൊണ്ടോ അവര് രാജ്യത്ത് രോഗം വരുത്തുന്നവരാണ്, പാട്ടപ്പിരിവ് നടത്തുന്നവരാണ്, അവർക്ക് സമരം നടത്താൻ അവകാശമില്ല എന്ന് പറയുന്ന ആ പിണറായിസത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ശരിയല്ല. കാരണം ഇവിടെ കേരളത്തിൽ തൊഴിലാളിക്ക് വേണ്ടി ഇന്നിപ്പോ പിണറായി അല്ല, അല്ലെങ്കിൽ പിണറായിയുടെ മരുമകനല്ല, അതല്ലെങ്കിൽ ആ CITU അല്ല, അതിനപ്പുറത്ത് BJP-യും അടക്കം ഈ നാട്ടിലെ പൊതുസമൂഹം ഒന്നായി ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും എല്ലാം അവരുടെ സമരത്തിൽ പോയി നേരിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ നിലയിൽ ഈ വിഷയത്തെ കേരളീയ സമൂഹം ഒന്നാകെ കാണുമ്പോൾ അതിൽ സാധാരണക്കാരായ ഓട്ടോറിക്ഷക്കാരൻ അവന്റെ ഒരു ദിവസത്തെ വരുമാനം അവരുടെ പാട്ടയിലിടാനോ ബക്കറ്റിലിടാനോ തയ്യാറായി അവരെ സഹായിക്കാനെത്തുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ മനസ്സ് സാധാരണക്കാരായ ആശമാർക്കൊപ്പമുണ്ട് എന്നതിന് ഇതിനപ്പുറത്ത് എന്താ തെളിവ്? അവിടെയാണ് അവരെ തള്ളിപ്പറയുന്ന, അവർക്കെതിരായി നിലപാടെടുക്കുന്ന, അവർക്ക് സമരം ചെയ്യാൻ അവകാശമില്ല എന്ന സമീപനം സ്വീകരിക്കുന്ന അവർ കമ്മ്യൂണിസമല്ല, പിണറായിസമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ആ പിണറായിസം ഇന്ന് ഈ നാട്ടിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതൊരു ആശയമല്ല, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പേരിലാണ് കഴിഞ്ഞ കാലത്ത് ആളുകൾ നിന്നതെങ്കിൽ പിണറായിസം ഇന്ന് ആമാശയത്തിന്റെ പേരിൽ നിൽക്കുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ നിലപാടിനൊന്നും വരാൻ പോകുന്ന കാലത്ത് വലിയ പ്രസക്തിയില്ല. ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവകാശം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആശമാരെ സഹായിക്കാൻ ഉണ്ടാവും. അവരുടെ അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ എല്ലാ തരത്തിലുമുള്ള പിൻബലവുമായി ഇന്ന് രാജ്യം ഒന്നാകെ അല്ലെങ്കിൽ സംസ്ഥാനം ഒന്നാകെ അവർക്കൊപ്പം നിൽക്കുമ്പോൾ അതിനെതിരായി പറയുന്നവർ ഒറ്റപ്പെടുകയാണ് ചെയ്യുക. അവിടെയാണ് CITU ഇവിടെ അപ്രസക്തമാവുകയാണ്.
ഇന്നലെകളിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തിയെന്ന് പറയുന്നവർ, ഇന്നും തൊഴിലാളിക്കൊപ്പമാണ് എന്ന് അവകാശപ്പെടുന്നവർ, അവരുടെയൊക്കെ നിലപാടുകൾ കേവലം അവകാശവാദങ്ങളാണ്. ആശയത്തിനപ്പുറത്ത് ആമാശയത്തിന് വേണ്ടി മാത്രം നിലപാടെടുക്കുന്നവരാണ് അവര് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഈ നിലപാട് പരസ്യമായി പറഞ്ഞവരടക്കം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഹരിദാസ്, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശാ വർക്കർമാരുടെ നേതാവിനെ ഇങ്ങനെ പരസ്യമായി അധിക്ഷേപിച്ചത് കേട്ടുനിന്ന ഒരാളാണ് താങ്കൾ, അല്ലേ? നോക്കൂ, പാട്ടപ്പിരിവിലൂടെയും ബക്കറ്റ് പിരിവിലൂടെയും പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന് ഇപ്പോഴെന്താ ഇതിനോടൊക്കെ ഇങ്ങനെ പുച്ഛം തോന്നാനുള്ള കാരണം? കേൾക്കത്തില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്ക് വ്യക്തമല്ലായിരുന്നു, എങ്കിലും കുറേ ശബ്ദം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് ഈ കേരളത്തിൽ സമരത്തിനെതിരാണ് ഗവൺമെൻറ്റെന്നും ഒക്കെ രൂപത്തിലൊരു പ്രചരണം നടത്തുന്നത് കേട്ടു. ഏറ്റവും ജനാധിപത്യപരമായ കാര്യങ്ങൾ നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നും പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? കേരളത്തിലെ സമരത്തെ ആരും നിരോധിച്ചിട്ടില്ല, ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ 14 അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ BJP ഗവൺമെൻറ് തൊഴിലാളികളുടെ എല്ലാ സംഘടനാ സ്വാതന്ത്ര്യങ്ങളും അവരുടെ അവകാശങ്ങളും പിച്ച് ചെയ്ത് കോർപ്പറേറ്റുകൾക്ക് ദാസ്യപ്പണി ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നത്. അതാണ് രാജ്യത്തെ മുഴുവൻ തൊഴിൽ നിയമങ്ങളും ക്രോഡീകരിച്ച് 4 കോഡാക്കി മാറ്റിയത്. അതിനെതിരായിട്ട് വലിയ സമരം രാജ്യത്ത് നടക്കുകയാണല്ലോ. അതുമാത്രമാണോ? സാർവദേശീയം അംഗീകരിച്ച ഒരു തൊഴിൽ സമയമുണ്ടല്ലോ 8 മണിക്കൂർ എന്നുള്ളത്. ആ 8 മണിക്കൂർ 14-16 മണിക്കൂർ വരെ ആക്കാമെന്ന രൂപത്തിൽ ആലോചന നടത്തി മുന്നോട്ട് പോകുന്നത് കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ദാസ്യപ്പണിയുടെ ഭാഗമാണ് ഈ തൊഴിൽ നിയമങ്ങൾ ഭേദഗതി വരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ഈ ആശമാരെ സംബന്ധിച്ച് പറയുമ്പോൾ 2005 കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ. നേരത്തെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നുള്ളത് പിന്നീട് പരിഷ്കരിച്ച് നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാക്കി. ആ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കൊണ്ടുവന്ന സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകർ എന്ന രൂപത്തിലാണല്ലോ അവരെ പറയുന്നത്. അപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കണ്ടേ? ആ നിയമിച്ച നിയമന അധികാരികളാണല്ലോ ശമ്പളം കൊടുക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആദ്യം വന്ന UPA ഗവൺമെൻറ് ഇവരെ സഹായിച്ചില്ല. പിന്നീട് അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് അവരെ സഹായിച്ചിട്ടില്ല. അവർ സന്നദ്ധമായി സേവനം ചെയ്തോണം. പക്ഷേ ആ കുടുംബങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്? ഇപ്പോൾ 10 വർഷം കഴിഞ്ഞല്ലോ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. ഈ പാവപ്പെട്ട ആളുകൾക്ക് പിന്നെ ഹോണറേറിയം എന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു തൊഴിലാളി എന്ന രൂപത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ? 20 ലക്ഷം ആശമാരല്ല ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലാണ്ട് 26,000 ആശമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിങ്ങനെ BJP ഗവൺമെൻറ്റും മറ്റ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റും ഒക്കെ ഉള്ളിടത്ത് അങ്ങ് വാരിക്കോരി ആശമാർ കൊടുത്ത് അവരെ അങ്ങ് സംരക്ഷിച്ച് സഹായിച്ചു പോകുന്നവർ ഞങ്ങളാണ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് ദ്രോഹം ചെയ്യുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്ത് വസ്തുതയാണ് ഇതിനകത്തുള്ളത്? 2005 മുതലുള്ള കണക്ക് കേരളത്തിൽ. ശ്രീ ഹരിദാസ് ഇതൊക്കെ പലവട്ടം ചർച്ച ചെയ്തതാണ്. എൻ്റെ ചോദ്യം അത് ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് നിങ്ങൾക്ക് സമരത്തോട് വിയോജിപ്പുണ്ടാവും, പക്ഷേ ആ സമരം നയിക്കുന്നവരെ എന്തിനാണ് സാർ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത്? എന്താണ് നിങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അവരെ വിളിച്ചത്? സാംക്രമിക രോഗം പരത്തുന്ന കീടം. അതുകൊണ്ട് എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? അല്ല, ഈ സമരത്തിനാരും എതിരല്ല. ഈ സമരത്തിന് അവരോട് പങ്കെടുക്കാൻ ആളുകളില്ലല്ലോ. രാജ്യത്ത് ഈ കേരളത്തിലെ 26,000 ആശമാരുണ്ടല്ലോ. അവിടെ സമരത്തിൽ എത്ര പേരുണ്ട്? പുറത്തു നിന്നും കുറേ ആളുകൾ, SUCയുടെ കുറേ നേതാക്കന്മാർ അവിടെ ആദ്യം രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചു. ആ ആശമാരുടെ സംഘവുമാണ് നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു പോയി. ആശമാരെല്ലാം തിരിച്ചു പോയില്ലേ? ഇന്നിപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നവരാരാ? ആശമാരുണ്ട്, നാമമാത്രമായ ആശമാരാണുള്ളത്. 26,000 ആശമാരിൽ 24,000 ആശമാരും CITയുടെ അംഗങ്ങളാണ്. അതെ, ആള് കുറവാണെങ്കിൽ ഈ സമരത്തെ എന്തിനാണ് ഭയക്കുന്നത്? അവർ കുറച്ച് ദിവസം അവിടെ ഇരുന്നോളും, അവർ സമരം പരാജയപ്പെട്ട് അവർ മടങ്ങിപ്പോകും എന്ന് മാത്രം കരുതിയാൽ പോരെ? നിങ്ങൾ എന്തിനാണ് ഇതിനെ ഈർക്കിൽ സംഘടന എന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവരുടെ നേതാവിനെ സാംക്രമിക രോഗം പരത്തുന്ന കീടമാണ് എന്നൊക്കെ പറയുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കൂ ശ്രീ ഹരിദാസ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിക്കുന്നത് നിങ്ങളുടെ നേതാവാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ ഹരിദാസ്? താങ്കൾ ഇത് കണ്ടതാണ്, കേട്ടതാണ്?
അല്ല, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത അങ്ങനെ ഒരു സ്ത്രീയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന പ്രവർത്തനം നടത്തിയില്ല. സമൂഹത്തിൽ അന്തചിത്രം പേരെടുത്ത് പറഞ്ഞല്ലേ അധിക്ഷേപിച്ചത്? ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. അങ്ങനെയുള്ളവരെ കുറിച്ച് ഒന്ന് അഭിസംബോധന ചെയ്തേ ഉള്ളൂ. അവരെ അങ്ങ് ആക്ഷേപിച്ചെന്നുള്ളൂ വ്യക്തിപരമായിട്ട്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. അതിനപ്പുറമൊന്നും ഒരു സ്ത്രീ എന്ന രൂപത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഏതാ സാംക്രമിക രോഗം പരത്തുന്ന കീടം? അങ്ങനെയാണോ? അല്ല, ഈ സംസ്ഥാന ഉപാധ്യക്ഷൻ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ എങ്ങനെയാണോ അഭിസംബോധന ചെയ്യുന്നത്? അല്ലല്ല, അവർ ഞാൻ ചോദിക്കട്ടെ, വസ്തുതാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ നമ്മുടെ സമൂഹത്തിൽ മറ്റ് അന്തചിത്രം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും പ്രചരണം സംഘടിപ്പിക്കുന്നവരെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംബോധന ചെയ്യത്തില്ലേ? അതിനപ്പുറമായിട്ട് ഏറെണ്ട് അവരെ വ്യക്തിപരമായിട്ട്. അല്ല, അതിനെ മാന്യമായ ഭാഷയിൽ വിമർശിച്ചൂടെ ഹരിദാസ്? മാന്യമായ ഭാഷയിൽ വിമർശിച്ചൂടെ? സാംക്രമിക രോഗം പരത്തുന്ന കീടമാണ് പാട്ടപ്പിരിവ്. കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളുടെ മുന്നിൽ പാട്ട കുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിൽ എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു ആള് കുറവാണെന്ന്. ഈ സമരത്തിൽ ആൾ സാന്നിധ്യം കുറവാണ് എന്ന് പറയുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ രീതിയിൽ അതിനെ അവഗണിച്ചാൽ പോരെ, പ്രതികരിക്കാതിരുന്നാൽ പോരെ? നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും നേതാക്കന്മാർ മത്സരമാണ്, ആരാണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപം നടത്തുന്നത്, അവഹേളിക്കുന്നത്? ആ ഒരു മത്സരമല്ലേ? കഴിഞ്ഞ ദിവസം CITU നിങ്ങളുടെ നേതാവ് എളമരം കരീമായിരുന്നു ഇവരെ അവഹേളിച്ചത്. ഇപ്പോഴിതാ CITU സംസ്ഥാന ഉപാധ്യക്ഷൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പറയുമ്പം ഒരു നിരപരാധിയായ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അവിടെ ചെന്നു, അന്നേരം ആ മന്ത്രിയുടെ ഭർത്താവ് എന്നെ ആട്ടി ഓടിച്ചെന്നൊക്കെ അവാസ്തവമായ അപവാദ പ്രചരണം സംഘടിപ്പിക്കില്ല. എന്താ അതിനെ ഒരു ഗൗരവത്തോട് കാണാത്തത്? അതിനെന്താ കാണുന്നത്? അങ്ങനെ അവാസ്തവം പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയെ, അവാസ്തവം പറഞ്ഞു നടക്കുന്ന സ്ത്രീകളെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? വാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, അവർ അവാസ്തവം പറയുന്നു അല്ലെ കള്ളം പറയുന്നു വിചാരിക്കുക. അല്ല, അങ്ങനെയുള്ള ഒരു വനിതാ നേതാവിനോട് ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? CITUവിന്റെ സംസ്കാരം ഇതാണോ? വനിതാ നേതാവല്ലേ, ഒരു വനിതയല്ലേ? അതെ. അല്ല, ഇവര് വീട്ടിൽ പരിഗണന, അല്ല, ഇവര് വീട്ടിൽ പോയി തെറി വിളിച്ചോ? അല്ല, രൂപത്തിൽ ആ വനിതയ്ക്കുള്ള പരിഗണന കൊടുക്കാതെ ശ്രീമതി മിനി മന്ത്രിയുടെ വീട്ടിൽ പോയി മന്ത്രിയെ തെറി വിളിച്ചോ? അല്ലെങ്കിൽ മന്ത്രിയുടെ കുടുംബത്തെ, മന്ത്രിയുടെ ഭർത്താവിനെ തെറി വിളിച്ചോ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതില്ലേ മന്ത്രിയുടെ ഭർത്താവ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്? അതായിക്കൊള്ളട്ടെ, ആർക്കും വക്കീൽ നോട്ടീസ് അയക്കാം, ആർക്കും വക്കീൽ നോട്ടീസ് അയക്കാം. അതല്ല കാര്യം. ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഈ മിനി ഒരു പൊതുപ്രവർത്തകന്റെ ജോലി അല്ലെ ഒരു പൊതുപ്രവർത്തകരുടെ ജോലി സത്യമായിട്ട് പറയണ്ടേ? നിങ്ങൾ അവഹേളിച്ച ഈ മിനി ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ മന്ത്രി വീണ ജോർജിനെ പരിഹസിച്ചിട്ടുണ്ടോ, കളിയാക്കിയിട്ടുണ്ടോ, അധിക്ഷേപിച്ചിട്ടുണ്ടോ, അപമാനിച്ചിട്ടുണ്ടോ, അവഹേളിച്ചിട്ടുണ്ടോ? ചെയ്യുന്ന അവർക്ക് അനുകൂലമായി ചെയ്യുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ എന്തോ നിങ്ങൾ ഈ പറയുന്ന മിനി ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ വീണ ജോർജിനെ അപമാനിച്ചിട്ടുണ്ടോ? ഈ ഭാഷയിൽ ഇപ്പൊ നിങ്ങളുടെ നേതാവ് ഹർഷകുമാർ പറഞ്ഞ ഭാഷയിൽ അവഹേളിച്ചിട്ടുണ്ടോ, അപമാനിച്ചിട്ടുണ്ടോ? അല്ല, അത് അപമാനിച്ചൊന്നുമല്ല. അങ്ങനെ അതിനുവേണ്ടിയല്ലല്ലോ യോഗം ഞങ്ങൾ സംഘടിപ്പിച്ചു. അവരെ വിളിച്ച് ഇങ്ങനെ അപമാനിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അതിന് അക്കൗണ്ടും വലിയ സംഭവം ഒന്നുമല്ലല്ലോ. അവര് അവിടെ ഹരിദാസ് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ഇങ്ങനെ പരസ്യമായിട്ട് കള്ളം പറയാതെ, ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി അത് പ്ലേ ചെയ്യാം. നിങ്ങളുടെ നേതാവ് സംസ്ഥാന ഉപാധ്യക്ഷൻ PB ഹർഷകുമാർ എന്താണ് പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം, കേൾപ്പിക്കാം. പ്രേക്ഷകരും അത് കണ്ടതും കേട്ടതുമാണ്. മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമാണ് എന്ന് പറയാൻ എന്താണ് കാരണം എന്നുള്ളതാണ്. എന്താ നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പ്രയോഗത്തിലൂടെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറ. അതിനുശേഷം നമുക്ക് സമരത്തിന്റെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കാം. അല്ല, അങ്ങനെ ഒരു സാംക്രമിക രോഗം പരത്തുന്നെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അവര് ആ ഉദ്ദേശിച്ചത് അതിന്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നുണ പ്രചരിപ്പിച്ച് സമൂഹത്തിലെ വിഷലിപ്തമായ പ്രചരണം സംഘടിപ്പിക്കുന്നതിനുള്ള അതിന്റെ അർത്ഥം. അല്ല, വേറൊന്നുമില്ല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ശരി, അതാണ് ഉദ്ദേശിച്ചത് അല്ലെ? ശ്രീമതി രാജി ഇതാണ് ഉദ്ദേശിച്ചത്. വിഷലിപ്തമായ രീതിയിൽ പ്രചരണം നടത്തുന്നു പൊതുസമൂഹത്തിൽ, അതുകൊണ്ടാണ് അവരെ കീടം എന്ന് വിശേഷിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. CITUവിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ് ശ്രീ ഹരിദാസ്. എന്താണ് സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു രീതി മിനി എന്ന ഞങ്ങളുടെ സംഘടനാ നേതാവ് എന്താണ് ചെയ്തതെന്ന് CITU നേതാവ് പറയണം.
കൂടാതെ നമ്മുടെ സമരത്തിൽ ആളുകളില്ല എന്ന് പറഞ്ഞു. അത് സമരത്തിൽ വന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അത് അഥവാ നമ്മുടെ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ പങ്കാളിത്തം. 6-ാം തീയതി നടന്ന അവരുടെ CIT നടത്തിയ 6-ാം തീയതി നടന്ന സമരത്തിൽ പങ്കെടുത്ത പല ആശമാരും നേരിട്ട് ഞങ്ങളടുത്ത് വന്ന് സംസാരിച്ച് അവർ ഞങ്ങളുടെ സമരത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല ജില്ലകളിൽ നിന്ന്, കണ്ണൂർ, കോഴിക്കോട്, നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്ന് നല്ല പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ആശമാരല്ലാതെ വേറെ ഒരു ആൾക്കാരെയും കൊണ്ട് അവിടെ വന്ന് ഇരുത്തേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ നേതാക്കളുടെ സംഘടനയിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികൾ നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലാതെ ബാക്കി നമ്മുടെ ആശമാർ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശമാരാണ് അവിടെ ഉള്ളത്. രാപ്പകൽ ഈ 19 ദിവസം രാപ്പകൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പല ജില്ലകളിലുള്ള ആശമാരായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം ഞങ്ങൾക്കറിയാം അവിടെ വന്നത് ആശമാരാണോ ആശമാരല്ലേ എന്നുള്ളത്. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നത്. ഇന്ന് അവർ സമരം നടത്തിയല്ലോ, എത്ര ആശമാർ അവിടെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഏരിയയിൽ നിന്നും എനിക്കറിയാമെന്നുള്ള എത്രയോ അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ, അവരുടെ പാർട്ടി നേതാക്കൾ, എനിക്കറിയാമെന്നുള്ള ആൾക്കാരെ ഞാൻ എത്രയോ പേരെ അവിടെ വെച്ച് കണ്ടു. ഇവരെന്തിനാണ് ആശമാരെ സമരമെന്നും പറഞ്ഞിട്ട് അവരാണ് വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി സമരത്തെ അവർ ശക്തിപ്പെടുത്തുന്ന, അവരുടെ സമരം വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി ആൾക്കാരെ ഇറക്കി കൊണ്ടുവന്നത്. അത് ഞങ്ങൾ കണ്ടതാണ്, നമുക്കറിയാം. ആശാ വർക്കർമാർ അല്ലാത്തവരെ ഇവരുടെ സമരത്തിൽ പങ്കെടുത്തു. CIT-യുടെ ഉണ്ടായിരുന്നു. അത് വ്യക്തമായിട്ട് അവർ തന്നെ ചാനലിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അംഗൻവാടി ടീച്ചർമാരാണ്, ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ആ വന്നതിലുള്ള ആൾക്കാർ തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ടീച്ചർമാരാണ്, അംഗൻവാടി ടീച്ചർമാരാണ്, ഇന്ന ആൾക്കാരാണെന്ന്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ സമരം ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനുമായിട്ടല്ല. നമ്മുടെ അവകാശം 2008 കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് ഞങ്ങൾക്ക് 2 മണിക്കൂർ ചെയ്താൽ മതി. കയറിയ സമയത്ത് 7 മോഡ്യൂൾ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ കയറുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ 2 മണിക്കൂർ നിങ്ങൾ വേറെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 2 മണിക്കൂർ ഫീൽഡിൽ പോയി നമ്മുടെ സമൂഹത്തിൽ അമ്മയും കുഞ്ഞും മെയിനായിട്ട് അതായിരുന്നു, ആരോഗ്യം സംരക്ഷിക്കുക. അന്നൊക്കെ മരണനിരക്കും കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പൊന്നും എല്ലാം മുടങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നതും നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു വോളണ്ടിയർ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു പ്രോജക്റ്റ് വർക്കായിരുന്നു. എന്നാൽ നമുക്ക് വേറെ ജോലിക്കും പോവാം, 2 മണിക്കൂർ ഇത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ 9 മോഡ്യൂൾ ട്രെയിനിങ് കഴിഞ്ഞ് ട്രെയിനിങ്ങോടുകൂടി ഒരു ദിവസം പോലും നമ്മൾ മാറി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം ഈ നേതാക്കന്മാർക്ക് അറിയില്ല, അവരുടെ ഭാര്യമാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ വീടുകളിൽ വന്ന് എന്ത് സേവനമാണ് ഓരോ വീടുകളിലും കൊടുക്കുന്നത് എന്ന് അവരുടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളോട് ചോദിക്കണം. അതാണ് എനിക്ക് ഈ നേതാക്കളോടത്ത് പറയാനുള്ളത്. ശ്രീമതി രാജി, തെറ്റിദ്ധാരണ മൂലമാണ് ഈ സമരം എന്ന് കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി. മാത്രമല്ല, ധനകാര്യ വകുപ്പ് ഏകദേശം 53 കോടി രൂപ അനുവദിച്ചതോടെ ജനുവരി വരെയുള്ള മുഴുവൻ കുടിശ്ശികയും തീർത്തു എന്നാണ് അവകാശവാദം. മാത്രമല്ല, 89% ആശാ വർക്കർമാർക്കും 13,000 രൂപ വരെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇതിലെ വസ്തുത? ഇത് നമ്മുടെ ഓണറേറിയത്തിന് 10 നിബന്ധനകളുണ്ട്. നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നോ, ചില സമയത്ത് നമ്മൾ മനുഷ്യരാണ്, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാതെയോ ഏതെങ്കിലും നമുക്ക് കുറേ ക്രൈറ്റീരിയ ഉണ്ട്, അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 700 രൂപ വെച്ച് കട്ട് ചെയ്തു പോകുന്ന സംവിധാനമുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ 1ഉം 2ഉം ചെയ്യുമ്പോൾ 1400 അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അനുസരിച്ച് കിട്ടുന്നതാണ്. ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് അല്ല, അതർ ഇൻസെൻറ്റീവ് ഉണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് കിട്ടുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏരിയയിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ച് നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നത് ഒരു കുഞ്ഞിന് കിട്ടുന്നത് 20 രൂപ എന്ന നിരക്കിലാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എത്ര കുട്ടികളെ ഞങ്ങൾ ഇമ്മ്യൂണൈസേഷന് കൊണ്ടുവരുന്നോ അത്രയും കുട്ടികളുടെ പൈസ നമുക്ക് 20 രൂപ വെച്ച് 20 എത്രയാണോ 20 കിട്ടുന്നുണ്ട്. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ഫുള്ളി 10ാം മാസത്തിൽ എടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പിന് 100 രൂപയുണ്ട്. ഇങ്ങനെയുള്ള കുറേ നിബന്ധനകൾ അല്ലാതെയുണ്ട്. ഈ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് അല്ലാതെ കുറേ നിബന്ധനകൾ അതിനുണ്ട്. അത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് പൈസ കിട്ടുകയുള്ളൂ.
ഇവർ ഈ പറയുന്ന എമൗണ്ട് ഞങ്ങളുടെ PHSൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് 25 പേരുണ്ട്. ഈ 25 പേർക്കും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. അതിൻ്റെ PDF ഞങ്ങളുടെ കയ്യിലെല്ലാം, ഈ പൈസ വരുന്ന സമയത്തുള്ള PDF ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. എൻ്റെ PHSലെ കാര്യം 25 പേർക്കും കിട്ടിയതായിട്ട് അറിയില്ല, കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഈ ചെയ്യുന്നവർക്ക് പിന്നെ ഓരോ അതിൻ്റെ ക്രൈറ്റീരിയകളുണ്ട്. അത് ചെയ്യുമ്പം ചില സമയത്ത് കിട്ടാതിരിക്കാം. എല്ലാ മാസവും കിട്ടണം. അത് 1-2 പേർക്ക് കിട്ടിയാൽ ആയി, കിട്ടിയില്ലെങ്കിലായി. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സാലറി ഓണററി ഇൻസെൻറ്റീവ് ഒന്നും വേണ്ട. ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് തന്നെ ഇപ്പോൾ 21,000 രൂപയുണ്ട്. അതിലോട്ട് നമ്മളെ പരിഗണിച്ച് ഈ സാലറി ഓണററി ഇൻസെൻറ്റീവ് കട്ട് ചെയ്തുകൊണ്ട് ഒരു ശമ്പള സ്കീമിലോട്ട് ഞങ്ങളെ ജോലിയിൽ എടുത്ത ആ സ്കീം വഴി ഞങ്ങളെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ പട്യാല ഷാജി, വിഷലിപ്തമായ പ്രചരണം നടത്തുന്നത് കൊണ്ട് കീടം എന്ന് വിളിച്ചു, അതിലെന്താണ് കുഴപ്പം എന്ന രീതിയിലാണ് ഇപ്പോൾ CITU നേതാവ്, ചർച്ചയിൽ പങ്കെടുക്കുന്ന CITU നേതാവ് പറഞ്ഞ് വച്ചിരിക്കുന്നത്. ഈ പാട്ടപ്പിരിവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കാം. യെസ്, ഇതാണ് ഇവരുടെ സമീപനം, നിലപാട്, അതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അല്ല അതാ മിസ്റ്റർ നമ്പ്യാർ, സത്യത്തിൽ എന്താ പറഞ്ഞാൽ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നല്ല, അദ്ദേഹം അതാണ്. പക്ഷേ ഇത്രയും മോശമായ രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ട്രേഡ് യൂണിയൻ്റെ ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? നോക്കൂ, നിങ്ങൾ ഈ സമരത്തിൻ്റെ അകത്ത് പിന്നെ പങ്കെടുക്കുന്നത്, സമരത്തോട് ആഭിമുഖ്യമുള്ളവർ ആരാണെന്നതാണ് പ്രാഥമികമായ ചോദ്യം. എനിക്ക് മുൻപ് വളരെ വിശദമായി സംസാരിച്ച BJPയുടെ മിസ്റ്റർ രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ BJP ആണ്. പക്ഷേ BJP ആയിട്ട് ഞങ്ങൾ പോലും ഈ സമരത്തിന് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം എന്താണ്? അത് അധ്വാനിക്കുന്ന മനുഷ്യന് മാന്യമായി വേതനം കിട്ടുക എന്ന് പറയുന്ന വളരെ സത്യസന്ധമായ ഒരു ഇടപെടലിന്റെ ഭാഗമാണത്. ആ ഇടപെടലിനോട് പ്രതികരിക്കുന്നതിന് പകരം ഞങ്ങളുടെ വഴി മാത്രമേ ഇത് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എവിടുത്തെ CITUവിന്റെ നേതാവാണ്? ഇവിടുത്തെ CITU നേതാവ് ഈ CITU എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇതാണ് ഇയാളോട് ഇത് പറഞ്ഞു കൊടുത്തത്. ഇത് ഇവർക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഇത് മുഴുവൻ തന്നെ പാർട്ടി നിയന്ത്രണത്തിന് വിധേയമായി നിൽക്കുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമാണ്. ഒരു CITU എന്ന് പറയുന്നത്, ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഞാൻ കണ്ട ഏറ്റവും വലിയ CITUവിന്റെ നേതാവ്, എക്കാലത്തെയും വലിയ CITUവിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ സി കർണാടനാണ്, രണ്ടാമതിന്റെ തലശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത് PV കുട്ടിയാട്ടനാണ്. അങ്ങനെ ഒരുപടി CITUവിന്റെ പ്രഗത്ഭന്മാരായിരിക്കുന്ന ആളുകളെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ് ഞാൻ. അവർ തൊഴിലാളിയോട് എടുക്കുന്ന ഒരു നിലപാടിന്റെ വിഷയമുണ്ട്. ഇത്രയേറെ ദാർഢ്യവും അഹങ്കാരവും വെച്ച് കൊടുത്തിട്ട് അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന മിനി എന്ന് പറയുന്ന ഇതിലെ ഒരു വനിതാ സഖാവ് അല്ലെങ്കിൽ വനിതാ നേതാവ്, ആ നേതാവിനെ ആക്ഷേപിക്കാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത്? ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത്? ഈ അധികാരം കൊടുത്തു എന്നുള്ള ചോദ്യത്തിന്റെ വിഷയം കിടക്കുന്നത് എവിടെയാണെന്ന് അറിയുക. ഇത് ഏറ്റവും മ്ലേച്ഛമായി ഈ ഭാഷയുടെ ഉപയോഗിച്ചത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അയാളിൽ നിന്ന് പഠിച്ചിരിക്കുന്ന ഭാഷയാണിത്. മറ്റല്ലാതെ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാവും ഇത്ര ആഭാസകരമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന ചരിത്രം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ ഭാഗമായിട്ടില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഏത് സംഭവത്തെയും വർഗപരമായി കാണുന്നതിന് പകരം അല്ലെങ്കിൽ മാനുഷികമായി കാണുന്നതിന് പകരം തന്നിഷ്ടപ്രകാരം കാണുക. തന്റെ ഇഷ്ടങ്ങൾ തന്റെ താല്പര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയാവുന്ന ദാർഢ്യം. ശ്രീ പട്യാല ഷാജി, ഈ സാംക്രമിക രോഗം പകർന്നത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. ഹർഷകുമാറിന് കിട്ടിയത് മുഖ്യമന്ത്രിയിൽ നിന്നാണ്. അടിവരയിട്ട് ഞാൻ പറയാം. അയാളുടെ ഭാഷ ഞാൻ പറയട്ടെ. ഈ കേരളത്തിനകത്തെ കലാലയങ്ങൾ മുഴുവൻ തന്നെ ഇത്രയേറെ അക്രമാസക്തമാക്കി തീർക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? ഞാൻ ക്ഷുഭിതനായിട്ട് ചോദിക്കുന്നത്, ഞാൻ പറയാ ഒരു തെറ്റില്ലാത്തൊരു SFI നേതാവായ ആളാണ് ഞാൻ. ആരാണ് ഉണ്ടാക്കിയത്? SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തിയാണ് അവിടെ നടത്തിയ പ്രസംഗമില്ലേ? നിങ്ങൾ തുടർന്നത് ഇനിയും സഹിഷ്ണുതയോടെ തുടരുക, അല്ലേ? അടിച്ച് തലവെട്ടിക്കൽ മാത്രമല്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയോട് പറഞ്ഞാണ്, കുട്ടിയോട് പറഞ്ഞാണ്, നിനക്ക് ഞാൻ തന്തയില്ലാത്ത കുഞ്ഞിനെ തരുമെന്ന്, അല്ലേ? നിഷ്കളങ്കമായ രാഷ്ട്രീയ പ്രവർത്തനല്ലേ? ഉളുപ്പിണ്ടോ ഇടപെട്ട് ന്യായീകരിക്കാൻ? എന്താ? ഞാൻ പഴയ SFIക്കാരനായോട് പറയുന്നത്, അത്ര വൈകാരികമായിട്ടാ പറയുന്നത്.
ആരവടുകൾ തെരുവിളിക്കാരും എന്ത് തെമ്മാഴത്തും വിളിച്ചു പറയാണ്ടായിരിക്കുന്ന ഒരു ദാക്ഷ്യം ഉണ്ടായിത്തീരുക. പിന്നെ പാട്ട ഓടിക്കുക. ഞാൻ ഈ പറയുന്ന വിളിച്ചിരിക്കുന്ന സഖാവിനോട് ഞാൻ CITU സഖാവിനോട് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ CPM-ന്റെ സ്ഥാനാർത്ഥി അല്ലേ? എത്രയാ വോട്ട് കിട്ടിയത്? 300 വോട്ടല്ലേ കിട്ടിയത് അല്ലേ? 300 വോട്ടല്ലേ കിട്ടിയത് അല്ലേ? എത്ര 964 മുതൽ 2025 വരെയുള്ള കാലയളവിനകത്ത് ഉണ്ടാക്കിയത് 350 വോട്ട്. ലജ്ജിക്കണ്ടേ അല്ലേ? പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന മരിച്ചുപോയ സീതാറാം യെച്ചൂരി ജീവിതത്തിൽ ഇന്നേ വരെ അദ്ദേഹം അരിവാൾ ചുരുക നക്ഷത്രം അവിടെ വോട്ട് ചെയ്തോ? ബസവക്കുനിയെ ഭരിച്ചു ചെയ്തോ? സുന്ദരയെ ഭരിച്ചു ചെയ്തോ? BTR ഭരിച്ചു ചെയ്തോ? നിങ്ങൾ ആരെയാണോട് ആക്ഷേപിക്കുന്നത്? ഈ ആക്ഷേപിക്കുന്നത് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തലക്ക് വെളിവില്ലാതെ എന്തും വിളിച്ചു പറഞ്ഞ് നിങ്ങളെപ്പോഴത്തെ ആളുകൾ അതിനെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്താ അറിയോ? ഇതെല്ലാം കണ്ടും കേട്ടും അറിയുന്ന ഒരു ജനത ഇവിടെ വളർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യരുടെ വളർന്നു വരുന്നുണ്ട്. ആ മനുഷ്യരുടെ വികാരം എന്താണെന്നറിയോ? ഈ സമരത്തിനോടൊപ്പമാണ്. നിങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. ഈ മനുഷ്യർക്കൊപ്പമാണ്. കാരണം അതിനകത്ത് സഹനമുണ്ട്, അതിനകത്ത് സങ്കടമുണ്ട്, അതിനകത്ത് കണ്ണീരുണ്ട്, വേദനയുണ്ട്. ഒപ്പം എന്തുണ്ടെന്നറിയോ? ഒടുങ്ങാത്ത പോരാട്ട വീര്യമുണ്ട് അതിനകത്ത്. ഈ ഒടുങ്ങാത്ത പോരാട്ട വീര്യത്തിന് മുമ്പ് ഈ പോരാട്ട വീര്യത്തെ നിങ്ങളുടെ ദാർഢ്യം കൊണ്ട് മറികടക്കാമെന്ന് പറയുന്നത് വാസ്തവത്തിൽ വിഡ്ഢിത്തമാണ്. സമരം ജയിക്കുമോ നോക്കുമെന്ന് രണ്ടാമത്തെ വിഷയം. അതല്ല വിഷയം. പക്ഷെ കേരളം ചർച്ച ചെയ്തു. ഞാൻ വീണ്ടും കൂടെ ആവർത്തിക്കുന്നു, CITU-കാരൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ തൊഴിലാളിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ സമരത്തിൽ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കോ? 233 രൂപ ശമ്പളം, 233 രൂപ ശമ്പളം വാങ്ങുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് അതിന് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് ആവട്ടെ എന്താണ്? അതൊന്നും തന്നെ ഒരു സാധാരണ ജീവിതത്തിനകത്ത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയാത്ത സംഭവം ഉണ്ടായിത്തീരുക. അതിന്റെ ഫലം എന്താ? ഓരോ തവണയും ഓരോ സംഭവം വരുന്നത് 700 രൂപയുടെ ഡിഡക്ഷൻ വരികയാണ്. ഓരോ തവണ 700 രൂപ ഡിഡക്ഷൻ വന്നാൽ ഈ നടന്നിരിക്കുന്ന ആൾക്ക് എന്താണ് അവസാനം കിട്ടുക? നമ്മുടെ മലബാർ ഭാഷയെ പ്രസാദ് പല ബിസ്ക്കറ്റ്, പിന്നെ അനിൽനമ്പ്യാർക്ക് അറിയാം പല ബിസ്ക്കറ്റ് എന്ന് പറയും. ഒരു പല ബിസ്ക്കറ്റോ കുറുക്കൻ്റെ അടിയോ പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധ്യമാവോ? ജീവിതത്തിൽ വേദന എന്താണെന്ന് അറിയണോ? അതും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് അറിയില്ല. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ജീവിതത്തിൽ ഒരു വേദനയും എന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല, നാളെ ഒരു വേദന എന്നെ അലട്ടുകയുമില്ല. ഇതൊന്നും ഷാജി വെറുതെ പറയുന്നില്ല. പ്രിന്റ് മീഡിയയിൽ വന്നിരിക്കുന്ന വാർത്തയാണിതല്ലോ, ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. ജീവിതത്തിൽ ഒരു വേദനയും എന്നെ ഇന്ന് വരെ അലട്ടിയിട്ടില്ല, നാളെ ഒരു വേദന എന്നെ അലട്ടുകയുമില്ല. എങ്ങനെയാണോ ഇയാൾ ഇടതുപക്ഷക്കാരനാവുന്നത്? അതിന്റെ ഭൂതവാദം കൂടിയിട്ടാണ് ഈ CITU-വിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ പറഞ്ഞത് അല്ലെ? സാംഗ്രമികത. ഇയാൾ എന്താ വിളിക്കേണ്ടത്? ഇയാളെ പോലത്തെ കഴപ്പണം കെട്ടിരിക്കുന്ന ഒരു കീടജന്മം ഈ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് വരെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരാൾ പേര് പറഞ്ഞ ഇതൊന്നും ഒരിക്കൽ വെറുതെ പറയുന്നതല്ല, വൈകാരികമായി പറയുന്നതല്ല, വസ്തുത വെച്ച് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയല്ല വേണ്ടത്, മറിച്ച് എന്ത് വേണം? ഞാൻ തിരിച്ച് ഈ CITU സഖാവിനോട് ചോദിക്കട്ടെ. നമ്മൾ വാസ്തവത്തിൽ ഈ ആശാ വർക്കർമാർ സമരം നടത്തുമ്പോൾ നാം കൊടുക്കേണ്ട പ്രയോറിറ്റി എവിടെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അത് ബേസിക് ആയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പ്രയോറിറ്റി ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഈ പറയുന്ന ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക മാത്രമല്ല, അവരെ തൊഴിലാളിയാക്കി ഉയർത്താനുള്ള ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന അടിരേഖയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ബജറ്റിനകത്ത് പോലും നിങ്ങൾ ചെലവഴിച്ച തുക എവിടെയാണ്? ഒറ്റ സ്ഥാനത്തിനകത്ത് പറയാം. എൻ്റെ ജില്ല കണ്ണൂർ ജില്ല. ഈ കണ്ണൂർ ജില്ലയിൽ ജന്മത്തിൽ ഒരിക്കലും വരാതിരിക്കുന്ന ഒരുപാട് ബോട്ടുകെട്ടികൾ ഉണ്ടാക്കിയിട്ട് കണ്ണൂർ ജില്ലയിൽ ജന്മത്തിന് വരില്ല, ഉറപ്പ്, കട്ടായം വരില്ല. കാരണം പുഴയെല്ലാം കുറെ കഴിയുമ്പോൾ വന്നാൽ തന്നെ അത് അവിടെ അസ്ഥിവഞ്ചരമായി നിൽക്കുകയുള്ളൂ. ഇവിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ചെലവഴിച്ച 127 കോടി രൂപയാണ്. 127 കോടി രൂപ. ഈ ആശാ വർക്കർമാരുടെ കുടിശ്ശിക മാത്രമല്ല, അവർക്ക് മാന്യമായിരിക്കുന്ന പിന്നെ ഒരു ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഈ തുക മതിയായിരുന്നില്ലേ? അല്ല ശ്രീ പാണ്ഡ്യാല ഷാജി, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും സാലറി വർദ്ധിപ്പിച്ചത് കണ്ടില്ലേ താങ്കൾ? അതെ, ഇതെല്ലാം വരുന്നു 100 കോടി രൂപ ഇവിടത്തേക്ക് മാറ്റി വെക്കുകയാണ്. കാറ് വാങ്ങാൻ മാറ്റി വെക്കാൻ ചുടൂലിയാണ്. ഇങ്ങനെ തിരക്കിലിടകയില് 100 കോടി രൂപ. അതെന്താന്ന് പറഞ്ഞില്ല. കാരണം ഇയാൾക്ക്
പിന്നെ അടുത്ത തവണയാകുമ്പോൾ ഈ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് വേണമെന്നറിയോ? വലിയ തോതിലുണ്ടായിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക് സർവീസിലൂടെ കാരപണികൾക്ക് ആവശ്യമുണ്ട്. ADGP അജിത് കുമാർ ഏതാണ്ട് പിന്നെ ഈ കുഴപ്പം ഉണ്ടാകുന്നതിന് മുമ്പ് അയാൾ എഴുതി വെച്ചിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഇനി കാരവൻ വേണം, അദ്ദേഹത്തിന് കുറച്ച് പിന്നെ പരിചാരകന്മാരുടെ ആവശ്യവും വരും. ഈ പറയുന്ന ആരുടെ കാശ് ഇങ്ങനെ വരുന്ന ജനാധിപത്യപരമായിരിക്കുന്ന ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാതെ ഈ സമരം മോശമാണ്, ഈ സമരം മ്ലേച്ഛമാണെന്ന് പറയാൻ ആരാണ് ഇയാൾക്ക് അവകാശം കൊടുത്തത്? ഏത് നിലപാടിന്റെ മുകളിലാണ് ഇത് പറയുന്നത്? ഇവിടെയാണ് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതൊരു മാർക്സിസ്റ്റ് ആ പദപ്രയോഗമല്ല ഞാൻ പറയുന്നത്, ആ പദപ്രയോഗമല്ല അത്. പക്ഷേ ഒരു തൊഴിൽ ചെയ്യുന്നവന് കിട്ടേണ്ടിയിരിക്കുന്ന മാന്യതയുണ്ട്. ആ മാന്യതയുള്ളവനെ ഇങ്ങനെ പുച്ഛിക്കാൻ എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ആദ്യം വേണ്ടത് എന്താ അറിയോ? സ്വന്തം ചോര എന്താണെന്ന് തിരിച്ചറിയണം. സമരം ചെയ്യുന്നവന്റെ ചോരയും എന്റെ ചോരയും തമ്മിൽ വ്യത്യസ്തമാ എവിടെയാണുള്ളത് എന്ന് പറയോ? ഈ കാര്യം പറയോ? അതല്ലെങ്കിൽ ആര് പറയണം? ഈ പ്രസംഗിച്ചിരിക്കുന്ന അർശനോ അയാൾ പറയണം. എവിടെയാണ്? തെമ്മാടുത്ത് പിടിച്ചു പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ പിന്നെ നമ്മുടെ അത് കുറെ ബാലഭവങ്ങൾ ഉന്നയിക്കുകയാണോ? ഇത്തരം ബാലഭവങ്ങൾ ഉന്നയിക്കാതെ പറ്റാ. ഇതെല്ലാം കേൾക്കുന്ന പൊതുജനങ്ങളുണ്ട്. ഇതൊരു സ്റ്റുഡിയോ റൂമിന്റെ അകത്ത് മാത്രമുള്ള സംഭവമല്ലല്ലോ. ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നതാണ് ഈ സംഭവം. നിങ്ങൾ വന്ന് ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്നേരം നിങ്ങൾക്ക് യു ആർ ബൗണ്ട് ടു ഡു ഇറ്റ്. അത് ഓക്കെ, എനിക്ക് പരാതിയില്ല. പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വാസ്തവത്തിൽ എന്തായി തീരുകയാണ്? ഒരു പൗരസമൂഹത്തിന്റെ പൊതുബോധത്തെ കടന്നാക്രമിക്കുന്ന സംഭവമാണത്. ആ കടന്നാക്രമിക്കുന്ന സംഭവത്തെ എന്ത് ചെയ്യണമെന്നറിയാം? ഒന്നുകിൽ അവനവൻ മനസ്സിനോട് പറയണം. ഞാൻ നിവൃത്തിയോട് കൊണ്ടുവന്ന് ഇതിനകത്ത് പറയുന്നതാണെന്ന് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ പാർട്ടി ഓഫീസിൽ പോയിട്ടെങ്കിൽ പറ. പാർട്ടി ഓഫീസിൽ പോയിട്ടെങ്കിൽ പറ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ആശാപരത്തിന്റെ സമരം ഉണ്ടല്ലോ, ആ സമരം വാസറിയ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സമരമാണത്. ഈ സമരം ജീവിക്കാൻ ആവശ്യമായ സമരമാണത്. അത് മാത്രമല്ല, മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയാണോ ചോദിക്കുന്നത്? ഒന്നുമല്ല. മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് ചോദിക്കുന്നതിന് അവരെ പല കീടമെന്ന് വിളിക്കാൻ, ആക്ഷേപിക്കാൻ ആരാണോ ഇയാൾക്ക് അവകാശം കൊടുത്തത്? ശരിക്കത്ത് വേണം പറയും. ഇയാളുടെ പേരിൽ പിന്നെ കോടതി നിയമ സംവിധാനം ഉണ്ടെങ്കിൽ അയാളുടെ പേര് കേസ് എടുക്കട്ടെ അയാൾക്കെതിരായിട്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ് വേറൊരു പൊതുപ്രവർത്തകരുടെ ഒരാൾ ആക്ഷേപിക്കലോ? അതിന് ഈ പിന്നെ CITUവിന്റെ നേതാവ് അവർ അത്ര വലിയ ആളാണോന്നാ? അത് നിങ്ങളാണോ തീരുമാനിക്കട്ടെ? വലുതാണെന്ന് പറയുന്നത് ആരാ? നിങ്ങളുടെ വലുത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ? പറയുന്നതിൽ കാര്യമില്ലേ ഹരിദാസ്? മുഖ്യമന്ത്രിയാണോ പറയുന്നത്? കാര്യമില്ലേ? അദ്ദേഹം പറയുന്നല്ലേ ഇവരെ കീടെന്ന് വിളിക്കാൻ ആരാണ് ഹർഷകുമാർ? ഈ വഴികളെല്ലാം ഞാൻ നേരത്തെ ചർച്ച കേട്ടില്ല. അദ്ദേഹത്തിന് ഗിർവാണമൊന്നും കേട്ടില്ലായിരുന്നു. മാന്യമായിട്ട് സംസാരിക്കാൻ പറയണം, ഇല്ലെങ്കിൽ മാന്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കും. അദ്ദേഹം അമാന്യമായിട്ട് ഒരു ക്യാമറയുടെ മുന്നേ കിടന്ന് വെള്ളം പറ്റിയിരുന്ന കാര്യമില്ല. അമാന്യ അങ്ങനെ ഒരു ചാനൽ ചർച്ച എനിക്കും അങ്ങോട്ട് സംസാരിക്കാം. പക്ഷെ അങ്ങയുടെ മാന്യ ഞാൻ ഉപയോഗിക്കുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഷാജിയോട് പറയുന്നു മാന്യമായി സംസാരിക്കണമെന്ന്. ഹർഷകുമാർ കീടമെന്ന് പ്രയോഗിച്ചത് ആ പദപ്രയോഗം നടത്തിയത് മാന്യാണോ? ചോദ്യത്തിന് മറുപടി തരൂ. സാമാന്യ ബുദ്ധി എന്നുള്ള സാധനം ഉണ്ടായിരിക്കണം. വർത്താനം നല്ലപോലെ വർത്താനം പറ, നല്ല മാന്യമായിട്ട് വർത്താനം പറ. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോ മോശപ്പെടുന്ന രൂപത്തിൽ ഓരോരുത്തരെ സംഭാവന ചെയ്യുന്നതിന് മര്യാദ വേണം. നിങ്ങൾ ഈ രൂപത്തിൽ ഇങ്ങനെ ഗീർവാണ വർത്താനമൊന്നും അല്ല ശരി. പറയുന്നുണ്ടോ? അങ്ങനെ ഈ രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സാമൂഹിക നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? മറച്ചു വെച്ചുകൊണ്ട് ഒരു വാക്ക് ഉപയോഗിച്ച് അങ്ങനെ അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ പ്രശ്നം അവിടെ നിൽക്കുന്ന തൊഴിലാളികളുടെ
ആശമാരുടെ പ്രശ്നം ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിച്ച ചോദ്യമുണ്ട്. ഇതിൽ പ്രായപൂർത്തി ആർക്ക് കൊടുക്കണം? 129 ഒരു പ്രസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ഈ ഒരിക്കലും വരാതിരിക്കുന്ന പൂർത്തിയെടുക്കാൻ വേണ്ടി ചെലവാക്കിയപ്പോ അതിന്റെ ഒരു ആവശ്യം മതിയുള്ളൂ. ഈ പറയുന്ന സെറ്റിൽ ചെയ്യാൻ ആവശ്യം മതി. പ്രായപൂർത്തി ആർക്കാണ്? ഈ പ്രായപൂർത്തി ആർക്കുള്ള ഈ ബേസിക് ആ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. പ്രശ്നത്തിൽ ആ പാർട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല. അവരെ നമ്മൾ കേരളത്തിലെമ്പാട് കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. യെസ്, ശ്രീ ഹരിദാസ്, ഹർഷകുമാറിൻ്റെ തൊട്ട് പിറകിൽ താങ്കൾ നിൽക്കുന്നുണ്ട്. താങ്കളിപ്പോൾ പാണ്ഡ്യാല ഷാജിയോട് ആവശ്യപ്പെട്ടു മാന്യമായി സംസാരിക്കണമെന്ന്. എന്തുകൊണ്ട് മാന്യമായി സംസാരിക്കാൻ താങ്കളുടെ നേതാവിനോട് താങ്കൾ ആവശ്യപ്പെട്ടില്ല? കീടം എന്നത് മാന്യമായ പ്രയോഗമാണോ? എനിക്കതിന് മറുപടി തന്നാൽ മതി. കാട് കയറി പറയേണ്ട ആവശ്യമില്ല. അല്ല, കാട് കയറി പറഞ്ഞ എൻ്റെ മിസ്റ്റർ നമ്പ്യാർ, ഞാൻ ആദ്യത്തെ ആ ചർച്ച ഒന്നും കേട്ടില്ല. ഇവരുടെ അടുത്ത് കസരത്ത് ഞാൻ കേട്ടില്ല. ഇപ്പോഴാണ് ക്ലിയർ ആയത്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. നമ്മുടെ ഓരോ പ്രസംഗത്തിനകത്ത് ചില വാക്കുകൾ അടർത്തി മാറ്റിക്കൊണ്ട് ആളുകൾക്ക് പലതും വ്യാഖ്യാനിക്കാം. കീടം ജീവി എന്നേ ഉള്ളൂ. ഒരു മനുഷ്യജീവി എന്നങ്ങ് പറഞ്ഞിരുന്നേ പ്രശ്നമില്ലെന്നല്ലേ പറയുന്നത്? അല്ല, കീടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിരോധിക്കപ്പെട്ട വല്ല പദമാണോ? ഉപയോഗിക്കാത്ത പദമാണോ? എത്രയോ നേതാക്കന്മാർ ഓരോരുത്തർക്കും പ്രസംഗിക്കുന്നുണ്ട്. ഒരു പ്രസംഗ മധ്യയിൽ ഒരു വാക്ക് പറഞ്ഞതിനെ പിടിച്ച് ഇത്രമാത്രം വികാരം കൊള്ളേണ്ട കാര്യമുണ്ട്. ആ ഷാജി എന്ന് പറഞ്ഞ ആൾ ഇത്രയും വികാരം സ്ത്രീകളോടൊരു ബഹുമാനമില്ല. നിലപാട് അത് തന്നെയാണ്. സ്ത്രീകളോടൊരു ബഹുമാനമില്ലേ? സ്ത്രീത്വത്തെ ചോദ്യം വീട്ടിലെ സ്ത്രീകളോട് എങ്ങനെയാണോ സംസാരിക്കാറ്? വീട്ടിലെ സ്ത്രീകളോട് സഖാവ് ഹർഷകുമാർ എങ്ങനെയാണോ സംസാരിക്കാറ്? അവരെ അഭിസംബോധന ചെയ്യുന്നത് കീടമേന്നാണോ? അല്ല, കീടമെന്നല്ല ഞാൻ പറഞ്ഞത്. കീടമെന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട പദമല്ല, ഒരു നിയമപരമായി എതിരായിട്ട് വാക്കല്ല. അങ്ങനെ ഒരു പ്രസംഗ മധ്യേ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വലിയ പ്രശ്നമാണ് ഈ നാട്ടില്. അതാണോ വിഷയം? ഞങ്ങൾക്ക് സ്ത്രീകളോട് ബഹുമാനമില്ല. ഞങ്ങൾ സ്ത്രീത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. സ്ത്രീകളുടെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് ഞങ്ങൾ. അവരുടെ ഏത് വിഷയത്തിലും മുന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതെ, അത് മനസ്സിലായി. അങ്ങനെ ഒരു വാക്കിനെ അടർത്തി മാറ്റിയാണെങ്കിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയും. ഇപ്പം പാട്യാല എന്താ ഷാജി അദ്ദേഹം പറഞ്ഞ എത്രയോ വാക്കുകൾ, മോശപ്പെട്ട വാക്കുകൾ എന്തതിനെ കുറിച്ച് നമ്പ്യാര് ചെലവഴിക്കാൻ ഒരു ചാനൽ ചർച്ചയിൽ പരസ്പര ബഹുമാനമില്ല സംസാരിക്കുന്നതാണോ മാന്യത? അങ്ങനെയാണോ അങ്ങനെ പറയേണ്ടത്? അങ്ങനെ അദ്ദേഹം അങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തി ഒരു മാന്യതയും മര്യാദയില്ല സംസാരിക്കാണോ? അതെ, അല്ല, ഇവിടെ ശ്രീ ഹരിദാസ്, ഇവിടെ പ്രകോപിതനാവുന്ന താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ നേതാവിനെ തിരുത്താൻ ശ്രമിച്ചില്ല? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ താങ്കൾ പ്രകോപിതനായി ഷാജി എന്തോ അമാന്യമായിട്ട് സംസാരിച്ചു പറഞ്ഞ് പ്രകോപിതനായ താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ നേതാവിനെ തിരുത്താൻ തയ്യാറായില്ല? അതല്ലേ മാന്യത? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നതിനെ സംബന്ധിച്ചോ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചോ പെരുമാറുന്ന മാന്യമായ തീരുമാനങ്ങൾ എടുത്ത് പോകുന്ന പാർട്ടി യൂണിയൻ എക്സിക്യൂട്ടീവ്. ഞങ്ങളാരും അങ്ങനെ മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ് നടക്കുന്നവരല്ല. ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചപ്പോൾ ആ ഗ്രാമീണ ശൈലിയിൽ ഒരു സംസാരം വന്നപ്പോൾ അങ്ങനെ ഉപയോഗിച്ചത് വലിയ തെറ്റാണെന്ന രൂപത്തിൽ അഭിപ്രായം ഞങ്ങൾക്കില്ല. അവര് പാട്ടകിലിക്കെന്ന് പറഞ്ഞാൽ നാട്ടില് ഞാൻ ചോദിക്കട്ടെ, SUCക്കാർ, നിങ്ങൾ മിസ്റ്റർ നമ്പ്യാർക്കും അറിയാമല്ലോ, ഓരോ പ്രദേശത്തും അവർ പിരിക്കുന്നുണ്ടല്ലോ. ആ പിരിവിനനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടോ ഈ കേരളത്തില്? മറ്റേ ആ സ്ത്രീ പറഞ്ഞ അരാഷ്ട്രീയവാദം ഒരു പൊതുപ്രശ്നത്തെ അരാഷ്ട്രീയവൽക്കരിച്ചാണ് നാട്ടിൽ കൊണ്ടുപോകേണ്ടത്. രാഷ്ട്രീയം പറ. ഞങ്ങൾ പിരിക്കുന്നുണ്ട്, ഞങ്ങൾ ബക്കറ്റ് പിരിക്കാറുണ്ട്, കണക്ക് അവതരിപ്പിക്കാറുണ്ട്. എവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എത്ര ഉദാഹരണങ്ങളുണ്ട്. പിരിച്ച പണം എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ പിരിക്കുന്ന കണക്ക് അവതരിപ്പിക്കാറുണ്ട്, മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്താറുണ്ട്. ഞങ്ങൾ പിരിച്ചെടുത്ത ഇന്ന ആവശ്യമായിട്ട് പിരിച്ചെടുത്ത ആ രൂപയെ സംബന്ധിച്ച് എന്താണോ അത് നടപ്പാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ കേരളത്തിൽ നടപ്പാക്കി. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്താണ് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അല്ല, ഇവരെ എവിടുന്നേലും പോയി പിരിച്ചിട്ട് ആ പൈസയുടെ ചെലവ് ആരെങ്കിലും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു സ്ഥാപനമുണ്ടോ? ഒരു സംരംഭമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പറ.
ഈ കേരളത്തിൽ ഏത് ജംഗ്ഷനിൽ ചെന്നാൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോസ്റ്റ് ഒട്ടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതിവിപ്ലവ വായാടിത്തത്തിന്റെ ഒരു സംഘടനയാണ് SUCI. മോശമല്ലാത്തൊരു സംഘടനയാണ് സഖാവേ. അങ്ങനെ ഇടതുപക്ഷക്കാരി രാജ്യത്ത് ഒത്തിരി ഉണ്ടല്ലോ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ ഇടതുപക്ഷമാണോ? അവിടെ തീവ്രവാദപര നിലപാടെടുക്കുന്നവരുണ്ടല്ലോ, അവരും ഇടതുപക്ഷമല്ലേ? അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPI ആണെന്ന് പറയാനുള്ള കാരണം എന്താ? ഈ സമരത്തിന് പിന്നിൽ ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന രാജി ഉൾപ്പെടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാപ്പകൽ സമരം നടത്തുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, SDPI ആണ് എന്ന് പറയാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അത് പറ. ഞങ്ങളുടെ തെളിവുണ്ട്. ഇവിടെ ഒരു രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുള്ള നമ്മൾ കണ്ടല്ലോ. SDPI ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ UDF-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും മുന്നോട്ട് പോവാണ്. അവരെല്ലാം മുൻനിർത്തിക്കൊണ്ടൊരു മഴവിൽ സഖ്യം ഈ കേരളത്തിൽ രൂപപ്പെടുത്തി എടുക്കുകയാണ്. അതിന് ചില കരുവാക്കാണ് യഥാർത്ഥ തരാതരം വാങ്ങിയവർ നിങ്ങൾ കൂടിയാണ് സഖാവേ. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി വിജയൻ നേരിട്ട് വന്ന് അഭ്യർത്ഥിച്ചു, ഞങ്ങൾ വോട്ട് നൽകിയത് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിക്ക് ഇവിടെ ശംഖുമുഖത്ത് ചുവപ്പ് പരവതാനിക്ക് സ്വീകരണം നൽകിയതാരാ? SDPI ആണോ അങ്ങനെ? അബ്ദുൽ നാസർ മദനി PDP. അങ്ങനെ ശരിയായ ലെവലിൽ അങ്ങരുടെ എല്ലാ പ്രവർത്തനവും വരുന്നത് സമൂഹത്തോടൊപ്പം PDP. അതെ, ഒരു വ്യക്തിയെ ആ രൂപത്തിൽ വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കാരാഗ്രഹത്തിൽ അടച്ച് പീഡിപ്പിക്കുമ്പോൾ അങ്ങനെ തെറ്റുതിരുത്തി ഒരു ശരിയായ പാതയിലേക്ക് വന്ന മനുഷ്യനെ സ്വാഗതം ചെയ്യണ്ടേ? വേണ്ടേ? എല്ലാരും തെറ്റുകാരാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യത്തില്ലേ? തെറ്റ് ചെയ്യുന്നവരെ തിരുത്തി വന്നാൽ സ്വീകരിക്കത്തില്ലേ? അത് സമൂഹത്തിന്റെ മാന്യതയല്ലേ? അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. നമുക്ക് ഗാന്ധിജിയോട് ചേർത്ത് നിർത്താം മദനിയെ. അങ്ങനെ നടക്കുമെന്ന് ഗാന്ധിജിയെ കൈകാര്യം ചെയ്തവരാരാണ് ഈ രാജ്യത്ത്? അദ്ദേഹം മറിഞ്ഞു വീണ് മരിച്ചെന്നാണ് പറയുന്നത്. ഗാന്ധിജിയെ പ്രതീകാത്മകമായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ കോലം വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നവരാരാ? സംഘപരിവാറുകാരല്ലേ? ഞങ്ങളാരല്ലോ. മഹാത്മാഗാന്ധിയുടെ കാര്യം പറയും. അതിന്റെ മഹാത്മാഗാന്ധിയുടെ പറഞ്ഞ ഇതിന് എന്തിനാ വേദനിക്കുന്നത്? ഗാന്ധിജിയെ കൊന്നത് RSS അവിടെ നിയമപുസ്തകത്തിലുണ്ടല്ലോ. അതൊക്കെ രാഹുൽ പോലും കോടതി കയറിയതാ. സഖാവ് സൂക്ഷിച്ച് സംസാരിക്കുക. ഗോഡ്സെ RSSകാരനല്ല. ഹിന്ദു മഹാസഭയും RSSും ഒന്നാണോ? അത് സംഘപരിവാറിന് പലതും ഉണ്ടല്ലോ, പല പേരിലുണ്ടല്ലോ. 10 ചില്ലാനും പരിവാർ സംഘങ്ങളില്ലേ? 200 പേരെ പരിവാർ സംഘങ്ങളുണ്ടല്ലോ കേരളത്തിൽ. പല പേരിട്ട് പല രൂപത്തിൽ നിൽക്കുന്നവരുണ്ടല്ലോ. നമുക്ക് അതിലേക്ക് താങ്കൾ പറഞ്ഞു ഈ സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ് എന്ന് പറഞ്ഞു. അതിലുള്ള തെളിവുകൾ ഒരു തെളിവെങ്കിലും പറ. എൻ്റെ സുഹൃത്തെ, ഞാൻ ചോദിക്കട്ടെ, തെളിവ് ആദ്യ ഘട്ടത്തിൽ ഒരു പ്രശ്നം നടക്കും ആദ്യം തന്നെ തെളിവ് കാണിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാരെന്തിനാ ഇറങ്ങിയത്? യൂത്ത് കോൺഗ്രസ്സുകാരെ ഒരു സ്ത്രീയുടെ പോലും പ്രശ്നം ഏറ്റെടുത്ത യൂത്തന്മാരെന്തിനാ റാന്നിയിൽ മന്ത്രിയെ തടഞ്ഞത്? എന്തിനാ? അവനെന്താ തെളിവ്? നമുക്ക് ചോദിച്ചാൽ എന്താ തെളിവ്? ഇങ്ങനെയാണ് ഇത് രഹസ്യമായിട്ട് ഈ രൂപത്തിൽ പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നിങ്ങൾ എങ്ങനെയാ കൈകാര്യം ചെയ്തത്? അതുപോലൊന്നും പോയില്ലല്ലോ യൂത്ത് കോൺഗ്രസ്. ജനാധിപത്യത്തോട് സമരം ചെയ്തു. അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടിച്ചതാണോ ജനാധിപത്യപരമായിട്ടുള്ള സമരം? അതാണോ? അത് പിന്നെ അങ്ങനെയാണല്ലോ, താങ്കളുടെ നേതാവ് പറഞ്ഞത് അതാണല്ലോ. പിണറായി ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങളെ നേതാവ് പറഞ്ഞത് തന്നെയാണ് നിങ്ങളിപ്പോൾ ആവർത്തിക്കുന്നത്. അപ്പം മനസ്സിലായി, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് എന്ന് മനസ്സിലായി. ശ്രീ രാധാകൃഷ്ണ മേനോൻ എന്തായാലും ഈ പ്രയോഗം നടത്തിയതിലോ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിലോ ഇവർക്ക് ഒരു തരി പോലും ഇവർക്ക് അതിലൊരു കുറ്റബോധം ഇല്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഹരിദാസിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഹരിദാസ് ആ സ്ഥലത്തുണ്ടായിരുന്നു. ഹർഷകുമാറിൻ്റെ തൊട്ടുപിറകിൽ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇവരെ സംബന്ധിച്ച് അവര് കമ്മ്യൂണിസം നടപ്പാക്കാനുള്ള
യഥാർത്ഥ അവകാശികൾ, തൊഴിലാളി വർഗ വിപ്ലവം നടപ്പാക്കാനുള്ള യഥാർത്ഥ അവകാശികൾ CPM കമ്മ്യൂണിസ്റ്റാണ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ CITU നേതാവാണല്ലോ പ്രിയപ്പെട്ട ഹരിദാസ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം അടക്കം വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ അനേകം ആളുകളെ ഇവരൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇതെല്ലാം ഈ ചെങ്കൊടി പിടിക്കുന്നവരൊക്കെ കമ്മ്യൂണിസം നടപ്പാക്കാനാണ്, തൊഴിലാളി വർഗ വിപ്ലവം നടപ്പാക്കാനാണ്, SUCIക്കാരും അത് നടപ്പാക്കാനാണ്. ഇങ്ങനെ എല്ലാവരും കൂടെ പരിശ്രമിക്കുമ്പോൾ ഇത് ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെയും ഭാരതത്തിലെയും ലോകത്തിലെയും എല്ലാം ജനങ്ങൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പാവപ്പെട്ട തൊഴിലാളിക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവന് വേണ്ടി വാദിക്കാൻ ഇവിടെ ധാരാളം ആളുകളുണ്ട്. അത് CITO കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാത്രമല്ല. ഇപ്പൊ BJPയെ സംബന്ധിച്ച് നേരത്തെ പറയുന്നത് കേട്ടു. BJP എവിടെയും തൊഴിലാളി വർഗ ഭരണം നടപ്പാക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. BJP നടപ്പാക്കും എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സാമ്പത്തിക സമത്വം അടക്കം സംവിധാനങ്ങൾ ഏകാത്മ മാനവ ദർശനത്തിന് അടിസ്ഥാനത്തിൽ നടപ്പാക്കും എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതാണ് പ്രിയപ്പെട്ട ഹരിദാസ് മനസ്സിലാക്കേണ്ടത്. BJPയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ നാട്ടിൽ പറയുന്ന ആശയം അത് തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിന് വേണ്ടിയൊന്നും നിലപാടെടുക്കുന്നവരല്ല. തൊഴിലാളി വർഗത്തെ പരിഗണിക്കും, തൊഴിലാളി വർഗത്തിന് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകും, അവകാശങ്ങളും നൽകും. പക്ഷെ അവരുടെ ഭരണം വരുത്താൻ വേണ്ടിയൊന്നും പരിശ്രമിക്കുന്ന പാർട്ടിയല്ല. അത് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഏകാത്മമാനവ ദർശനം എന്ന ദീനദയാൽജിയുടെ ചിന്താധാരയ്ക്ക് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. പക്ഷെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന, ആ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് SUCIയും CPM-ഉം എല്ലാം എന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അവിടെയാണ് ഈ തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ചെങ്കൊടി പിടിക്കാൻ ഞങ്ങൾക്ക് മാത്രമാണ് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസത്തിന്റെ സ്ഥാനത്ത് ഭരണം കിട്ടിയ, ആ കമ്മ്യൂണിസത്തിന്റെ പേരിൽ ഭരണത്തിലിരിക്കുന്ന അതേ പാർട്ടി പിണറായിസം നടപ്പാക്കുന്ന ആ സമീപനം, അതിനെ എതിർക്കാനുള്ള അവകാശം ഇവിടെ SUCIക്കടക്കം മറ്റ് ഇതര കമ്മ്യൂണിസം പറയുന്നവർക്കുമുണ്ട്, ഇതര പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. പിന്നെ ഈ ആശമാര് നടത്തുന്ന ഒരു സമരം, അതൊരു ധർമ്മസമരം. അവർക്ക് ആവശ്യമായ പരിഗണന തീർച്ചയായും ലഭ്യമാവേണ്ടതുണ്ട്. അവര് NHM-ന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടുന്ന പരിഗണന കേന്ദ്രം എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട്. കേന്ദ്രം കൊടുക്കുന്ന ആ പരിഗണന കേരളത്തിൽ കൃത്യമായി അതിന്റെ കണക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ അതിന്റെ വിഹിതം കൊടുക്കാതെ, അതിന്റെ ആനുകൂല്യം കൊടുക്കാതെ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അവരെ തൊഴിലാളിയായിട്ട് പരിഗണിക്കണമോ മുതലാളിയായിട്ട് പരിഗണിക്കണമോ എന്നൊക്കെ സംസ്ഥാനത്തിന് നിശ്ചയിക്കാം. അത് കേന്ദ്രത്തിന്റെ ഒരു വിഷയമൊന്നുമല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ അവരുടെ കാര്യത്തിൽ പരിഗണന കൊടുക്കാൻ ബാധ്യതയുള്ള തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ രാജ്യം ഭരിക്കുമ്പോൾ അവര് ഇതിന്റെ ഒരു ആകെ തുകയൊന്നും കേന്ദ്രത്തിന്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പരിശ്രമിക്കരുത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ സാധാരണക്കാരായ ആശമാർക്ക് വേണ്ടി നിലപാടെടുക്കാൻ ഈ നാട്ടിൽ ആർക്കും അവകാശമുണ്ട്. അവരെല്ലാവരും കൂടി സഹായിക്കുമ്പോൾ തീർച്ചയായും അവര് പരിഗണന അർഹിക്കുന്നവരാണ്. ആ പരിഗണന കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ മുൻകാലത്തെ തയ്യാറായിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ അതിനുള്ള വ്യവസ്ഥയുണ്ട്. അതിനെല്ലാം അനുസൃതമായുള്ള പരിഗണന കേരളത്തിൽ ലഭ്യമാവും. കൂടുതലായി കേരളത്തിന്റെ സാഹചര്യത്തിൽ, കമ്മ്യൂണിസത്തിന്റെ സാഹചര്യത്തിലോ തൊഴിലാളി വർഗത്തിന്റെ സാഹചര്യത്തിലോ കൂടുതലായി ആനുകൂല്യം കൊടുക്കാനുള്ള എല്ലാ അവകാശവും സംസ്ഥാന സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ അവരെ പരിഗണിക്കുന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അവരെ ആക്ഷേപിക്കേണ്ട, അവരെ ആക്രമിക്കേണ്ട, അവർക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാനുള്ള അവസരം കൊടുക്കണം. അതാണ് BJP പറയുന്നത്. ശ്രീമതി രാജി, ഈ കീടം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ ഭാഷയാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കീടം എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗത്തിനിടയിൽ സ്വാഭാവികമായിട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, ഹരിദാസ്. അങ്ങനെയാണെങ്കിൽ മിനി എന്ന പേര് ഉച്ചരിച്ചുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. കീടം എന്ന് പറയുന്നത് ഏറ്റവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായിട്ട് സ്ത്രീകളെ അതിസംബോധന ചെയ്ത് സംസാരിച്ചതാണ് വ്യക്തി അങ്ങനെ ചെയ്തത്. പക്ഷെ അത് സ്ത്രീ സമൂഹത്തെ എല്ലാം അപമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്
പുള്ളി സംസാരിച്ചത്. സ്വാഭാവികമായിട്ട് സംസാരിച്ച ഒരിതല്ല, മനഃപൂർവ്വം സംസാരിച്ചു. ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തും പറയാം, സ്ത്രീകളെ ആയിരുന്നാലും എന്തും അവർ സ്ത്രീകളെ ശാക്തീകരിച്ചു കൊണ്ടുവരുന്ന സംഘടനയാണ്, സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മതിൽ കെട്ടിയ പാർട്ടിയാണ് ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീകളെ അവർ അധിക്ഷേപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. ഈ നമ്മുടെ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഏത് സംഘടനയിൽ വേണമെങ്കിലും പ്രവർത്തിക്കാൻ അധികാരമുണ്ട്. ഒരു ഈർക്കിച്ചൂലെന്ന് പറഞ്ഞു, ഒരു ഈർക്കിലല്ല, അനേകായിരം ഈർക്കിലുകൾ കോർത്തുകൊണ്ടാണ് മിനി ഈ സംഘടന ഇത്രയും ശക്തിപ്പെടുത്തി ഇത്രയും നിലയിൽ എത്തിക്കാൻ പറ്റിയത്. 2013 രജിസ്റ്റർ ചെയ്ത് ഈ സംഘടന പ്രവർത്തിച്ചത്. അന്ന് മുതലേ ഉള്ള ഒരു വ്യക്തിയാണ് ഞാനും. 2019 കേന്ദ്രത്തിലും ഞങ്ങൾ പോയി സമരം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന താഴേക്കിടയിലുള്ള ആൾക്കാർ, കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മിനി. അപ്പം നമ്മുടെ നേതാവിന് മാത്രം കേസെടുത്താൽ പോരാ, ഈ ആശമാരുടെ എല്ലാം നമ്മുടെ അവിടെ എത്തിച്ചേർന്ന എല്ലാ ആശമാരുടെ പേരിലും ഒരു കേസ് എടുക്കേണ്ടി വരും. പിരിച്ച പണത്തിന് കണക്കില്ല എന്നാണ് പറയുന്നത്. അതേസമയം CIT ബക്കറ്റ് പിരിവ് നടത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് കണക്ക് അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരണത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ ആരെടുത്തും അങ്ങോട്ടും ഒരു പിരിവ് നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ കണ്ട് ഓരോ സംഘടനകളും നമുക്ക് ഇങ്ങോട്ട് തരികയാണ് ചെയ്യുന്നത്. അതിന് വ്യക്തമായ റെസിപ്റ്റോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആരെയും നിർബന്ധിച്ചോ ചോദിക്കുകയോ ഒന്നും ചെയ്തതല്ല. നമ്മുടെ ഈ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചാനൽ വഴി എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഓരോ ആൾക്കാരും നമുക്ക് കൊണ്ട് ഈ സഹായങ്ങൾ ചെയ്തു തന്നെ. ഫുഡ് ഉൾപ്പെടെ, പൈസ മാത്രമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഫുഡ് ഉൾപ്പെടെ ഞങ്ങളെ തന്ന് സഹായിക്കുന്ന ഓരോ സംഘടനകളുണ്ട്. ഞങ്ങൾ ഇതിൽ വരുമ്പോഴാണ് ഇത്രയും സംഘടനകൾ ഉണ്ടോ ഈ സമൂഹത്തിൽ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു. ഓരോ ദിവസവും 10 കൂടുതൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘടനകളും ഞങ്ങളെ പിന്തുണച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവർ കണ്ടിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി ഈ സമരത്തെ തകർക്കാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തളരില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി, സ്ത്രീകളും ജനങ്ങൾ മൊത്തം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ആ വിശ്വാസത്തിൽ ഞങ്ങൾ പോകണം. നമ്മുടെ സമരം വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. ഒരിക്കലും അവർ കടുംപിടുത്തം പിടിക്കാതെ, എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഈ സമരത്തെ അവരേത് രീതിയിൽ കാണുന്നു ഒന്നും അറിയില്ല, പക്ഷേ കടുംപിടുത്തത്തിൽ ഇങ്ങനെ ഈ 19ാം ദിവസത്തിലും അവർ നമ്മളോട് ഒരു ചർച്ചയ്ക്കോ ഒന്നിനും വിളിക്കാതെ എന്തിനാണ് ഞങ്ങളെ ഈ തെരുവിൽ കിടത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ശ്രീമതി രാജ, ഒറ്റ കാര്യം കൂടെ, മിനി നിയമപരമായിട്ട് പോകുന്നുണ്ടോ? വക്കീൽ നോട്ടീസ് വന്നു. നമ്മൾ വക്കീലിന് അവരുടെ ഒരു വക്കീലുണ്ടായിരുന്നു, പുള്ളിയെ കേസ് ഏൽപ്പിച്ചു എന്ന് മിനി പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. ശ്രീ പണ്ഡ്യാല ഷാജി, എന്തായാലും അടുത്ത നേതാവ് ആര് എന്നുള്ളതാണ്. ഇളമരം കരീം കഴിഞ്ഞു, ഹർഷകുമാർ കഴിഞ്ഞു, ഇനിയിപ്പോൾ മത്സരമാണല്ലോ സ്ത്രീകളെ എങ്ങനെ അധിക്ഷേപിക്കാമെന്നതിൽ. ഇനിയും പരാമർശം പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? തീർച്ചയായും ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിലൊന്നും അയാൾക്ക് യാതൊരു തരത്തിലുണ്ടാകുന്ന കുറ്റബോധവും ഇല്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, പിന്നെ VS പിന്നെ മലപ്പുറത്ത് നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗത്തിനകത്ത് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവിടെ അയാളുടെ പേര് ഞാൻ ആവർത്തിക്കാത്തത്. അയാൾ വളരെ മോശമായ ഭാഷയിൽ VS ഒരു പരാമർശം നടത്തി. ആ പരാമർശം നടത്തിയപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി അതിൻ്റെ പാർട്ടി സെക്രട്ടറിയാണ്. അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഉണ്ട് അതിന്. അതൊരു നാടൻ പ്രയോഗമല്ലേ? അതൊരു നാടൻ പ്രയോഗമാണ്. ഒരു ചിരിയും ചിരിച്ചങ്ങ് പോയി. ഇതേ പരാമർശം ഇയാൾക്കെതിരെയാണ് നടത്തിയിട്ടുണ്ടെങ്കിലോ അതിന് VS കൊടുത്തിരിക്കുന്ന മറുപടിയുണ്ട്. കോഴിക്കോട് നടന്നിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം നടത്തിയിരിക്കുന്ന സംഭവത്തിനകത്ത് അതിന് പല പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് VS കൊടുത്തിരിക്കുന്ന മറുപടിയുണ്ട്. ആ മറുപടി ഏറ്റുവാങ്ങിയിടം അയാളുടെ നാവിൽ നിന്ന് പിന്നെ വാക്ക് വീണിട്ടില്ല. അത് അങ്ങനെ അരിയാൻ മാത്രം ഉണ്ടാവുന്ന യോഗ്യതയുള്ള നാവുമാണ് VSന്റെ. അത് രണ്ടാമതായിട്ട് വരുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ, നിങ്ങളുടെ എല്ലാ സംഭവത്തെ ആക്ഷേപിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സ് എന്ന ഒരു പാർട്ടിക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ഉള്ളത്? ആരാണ് അവരെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? പാർലമെന്റിനകത്ത് സംസാരിക്കാൻ പോലും ഒരു ആൾ ഇവിടെ കേരളത്തിൽ നിന്ന് വേറെ ഒറ്റ ഒരുത്തല്ലേ ഉള്ളു അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പിന്നെ 2 ആളുകൾ, രാജസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നത് ആരാ? രാജസ്ഥാനിൽ വന്നിരിക്കുന്നത് ഇതുപോലെ ആരാന്റെ ഔദാര്യത്തിൽ കയറി വന്നതല്ലേ?
ആരാ എന്റെ ഔദാര്യത്തിൽ കയറി വന്നിട്ടാണ് ഇതിനകത്ത് ഇത്രയും വലിയ ബടായി വിടുന്നത്? ഈ ബടായി വിടാൻ മാത്രം ഈ പറയുന്ന പത്തനംതിട്ടയിലെ ജില്ലാ പ്രസിഡന്റിനെ പോലും പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്നതാണ്. അത് മസിൽ പവറിന്റെ വിഷയമാണ്, ധിക്കാരത്തിന്റെ ഭാഷയാണ്. ഈ ധിക്കാരത്തിന്റെ ഭാഷയും തന്നിഷ്ടത്തിന്റെ ഭാഷയാണത്. ഈ തന്നിഷ്ടത്തിന്റെ ഭാഷ വർഗരാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല. അത് അവിടെ എന്താണെന്നറിയോ, അവിടെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരൊറ്റ വാക്ക് പോലും അൺപാർലമെന്ററി ആക്കുന്ന ഭാഷ ഞാൻ പ്രയോഗിച്ചില്ല. എനിക്ക് അൺപാർലമെന്ററി ആക്കുന്ന ഭാഷ നന്നായി പ്രയോഗിക്കാൻ അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന് മഹത്വം പറയാനോ അല്ലെങ്കിൽ അത് പ്രയോഗിച്ചില്ല എന്നുള്ളതിന്റെ കൂടെ വിഷമമല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ടുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ജീവിതഗന്ധിയായി വരേണ്ടിയിരിക്കുന്ന ഒരു സമരത്തെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും വരെ കെടുക. എന്നിട്ടോ ആ പരിഹരിച്ച സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ആരാന്നറിയോ? നിങ്ങൾ വാസ്തവത്തിൽ CITU-വിന്റെ മാനേജർമാർ മാത്രമല്ല, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. നിങ്ങൾ കേവലമായ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ഈ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന അയാൾ, അവിടെ അയാൾക്ക് എന്തിട്ടാവില്ല, അയാൾക്ക് ഒരിക്കലും തന്നെ വികാരപരമായ ഒരു സമരത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. വികാരപരമായ സമരത്തെ അഭിമുഖീകരിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്നതിനും ആ മുദ്രാവാക്യം ചങ്കിൽ തട്ടി പ്രകമ്പനം കൊള്ളുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ലെഫ്റ്റ് പൊളിറ്റീഷ്യൻ ആവുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിമ്പലൈസർ ആവുന്നത്. അതുപോലും അറിയാതെ മോശവും മ്ലേച്ഛവുമായ ഭാഷ പ്രയോഗിക്കുക. ആ ഭാഷ എന്താ ചെയ്യുക? ആ ഭാഷ ഗംഭീരമാണെന്ന് പ്രഖ്യാപിക്കുക. ഇതിങ്ങനെ പ്രഖ്യാപിച്ച് വരുന്നതിലൂടെ കുഴപ്പം എന്താ പറയുക? ഈ കേരളത്തിനകത്തുണ്ടായിരിക്കുന്ന സാംസ്കാരിക മലിനീകരണം ഏറെ വൈകാതെ 2026 തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഈ സാധനം അശുഭാവ ഉറപ്പാണ്. അത് ഉറപ്പാവുന്നില്ല എങ്കിൽ അത് വരാനിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ രൂപരേഖ എന്താണെന്ന് ഞാൻ വേറെ ഇതേ ചാനലിനകത്ത് ഞാൻ പറഞ്ഞതാണ്. ഇനി എങ്ങനെ വന്നാൽ പോലും 2026 ഈ സാധനം പൂതൽ പിടിച്ച് വീഴും. അത് വീണാൽ പോലും മിനിമം 10 വർഷക്കാലത്തെങ്കിലും ഈ പാർട്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ദുരന്തങ്ങൾ സാംസ്കാരിക മേഖലയിൽ, സംഘടനാ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ അത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ തുടരുക തന്നെ ചെയ്യും. എന്താ കാര്യം അറിയോ? അത്രമാത്രം മലീമസമാക്കിയിരിക്കുന്നു ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ ഈ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി. അതാണ് അതിന്റെ ഏറ്റവും വലിയ ദുരന്തം. അതിനെ നയിക്കുന്ന അതിനകത്ത് വിട്ടിരിക്കുന്ന ഈ CITU എന്ന് പറയുന്നത്, അതായത് പറഞ്ഞത് ഈ സി കണ്ണാടിനെ പോലെയുള്ള ഉജ്ജ്വലരായ നേതാക്കന്മാരുണ്ടായിരിക്കുന്ന ഒരു പാർട്ടി, ഒരു സംഘടനയാണത്. ആ സംഘടനക്കകത്ത് ഇതുപോലുള്ള ആളുകൾ വരിക, ഒരു CITU-വിന്റെ പേര് കൊടുക്കുക. എത്ര പാപമാണത്! എന്നിട്ടോ ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഇവൻ ആരണോ? ഇവൻ ഫ്യൂഡലോ? ഇത്ര ഫ്യൂഡലാവുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് നേതാവാണെന്ന് പറയാൻ കഴിയുക? അവിടെ അയാളെ ശരിക്കും തന്നെ അയാൾ ആത്മപരിശോധന നടത്തുക. സമരത്തിന്റെ അധീക്ഷതയിൽ തന്നെ അത് അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയും അത് തടയാൻ ഒരാൾക്കും സാധ്യമാവാത്ത വിധത്തിൽ അത് വളരുകയും വികസിക്കുകയും ചെയ്യുമെന്നാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ഹരിദാസ്, ഒരു മിനിറ്റ് അങ്ങനെ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുമോ? ഒരു മിനിറ്റ്. ഞാൻ ഈ മിസ്റ്റർ ഷാജി പറഞ്ഞതിനെ വെല്ലുവിളിക്കുന്നു. 2026 കഴിയുമ്പോൾ കേരളത്തിൽ ഇവിടുത്തെ തൊഴിലാളികളുടെയും സഹോദരിമാരുടെയും മുഴുവൻ ജനവിഭാഗങ്ങൾ വോട്ട് കിട്ടി വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരും. നിങ്ങൾ അന്ന് നിർത്തണം. പണ്ട് മാമൻ മാപ്പിള പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബം വിഷം കഴിച്ച് മരിക്കും 59 പറഞ്ഞതാണ്. ആ വർത്തമാനം പറഞ്ഞിട്ട് കേരളത്തിൽ വിലപ്പോകത്തില്ല. 1 2 അത് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് 6 മാസം മുമ്പ് പറഞ്ഞ ആളാണ് ഞാൻ. 6 മാസം മുമ്പിൽ പറഞ്ഞ ആളാണ് ഞാൻ. അത് വിട്. ഓക്കെ. ഇനിയും പറയാം. നിങ്ങൾ ഈ ആശാസമരം പിന്നിട്ടതിന് ശേഷം 11-12 ദിവസം കഴിഞ്ഞാണ് മരിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നേരിൽ കാണാം. BJP തോറ്റു, UDF തോറ്റു, LDF-നെ ജനങ്ങൾ കൈവിടത്തില്ല. ആശമാരെ സഹായിക്കുന്ന പ്രസ്ഥാനം കേരളത്തിലെ ഭാര്യയും മക്കളും അവരെ രാഷ്ട്രീയ രാഷ്ട്രീയ ഭീരുവാണ്. കേന്ദ്രത്തിന്റെയാണ് സാമ്പത്തിക വർഷത്തിൽ 33,000 കോടി രൂപ മാത്രമാണ് NHM-ന് കേന്ദ്രം മാറ്റിവെച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയ്ക്ക് 4% മാറ്റിവെക്കണം. ഹരിദാസ്, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് മാന്യമായി ചെയ്താൽ മതി. നമുക്കെന്തായാലും അവസാനിപ്പിക്കാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് നേരത്തെ ശ്രീ രാജി ചൂണ്ടിക്കാണിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി
വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ച പിന്തുണയാണ് CPM-നെയും CITU-വിനെയും അലോസരപ്പെടുത്തുന്നതും വിറളി പിടിപ്പിക്കുന്നതും. സമരരംഗത്തുള്ളവർ സ്ത്രീകളാണെന്ന് പോലും മറന്നുകൊണ്ടാണ് അവരെ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും. പരിധി വിട്ടുള്ള സംസാരം CPM-ന്റെയും CITU-വിൻ്റെയും സംസ്കാരമാണ് വെളിവാക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തെ ബദൽ സമരത്തിലൂടെ പൊളിക്കാനുള്ള പദ്ധതിയും പാളിയതോടെ CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.